Debate with Dr. Arun Kumar. ഹലോ, ഗുഡ് ഈവനിങ്. പകുതിവില തട്ടിപ്പിന്റെ ആഴം കൂടുന്തോറും ആളുകളുടെ എണ്ണവും കൂടുന്നു. കേരളം കണ്ട ഏറ്റവും വലിയ തട്ടിപ്പിന്റെ സൂത്രധാരന്മാർ അനന്തുകൃഷ്ണനും ആനന്ദകുമാറും മാത്രമാണോ? പാർട്ടി ഭേദമില്ലാതെ രാഷ്ട്രീയ നേതാക്കളുടെ പിന്തുണയുടെ കരുത്തിലാണോ അനന്തുകൃഷ്ണൻ തന്റെ തട്ടിപ്പ് സാമ്രാജ്യം വളർത്തിയത്? 28 ഡിവൈഎസ്പിമാരുടെ നേതൃത്വത്തിൽ ക്രൈംബ്രാഞ്ച് നടത്തുന്ന അന്വേഷണത്തിൽ വൻ സ്രാവുകൾ കുടുങ്ങുമോ? വലയിൽ കുടുങ്ങിയ ചെറുമീനുകൾക്ക് ആരാ പണം തിരികെ നൽകും? തട്ടിപ്പ് സംഘത്തിൽ ആരൊക്കെ? അതിഥികളായി നമുക്കൊപ്പം CPM പ്രതിനിധി അഡ്വക്കേറ്റ് കെ അനിൽകുമാർ, മുസ്ലിം ലീഗ് UDF പ്രതിനിധി അഡ്വക്കേറ്റ് ഷിബു മീരാൻ, റിട്ടയേർഡ് SP സുഭാഷ് ബാബു, പരാതിക്കാരിയായ അനില, മറ്റൊരു പരാതിക്കാരിയായ പ്രമീള ഗിരീഷ് കുമാർ എന്നിവർ നമുക്കൊപ്പം ചേരും. ആദ്യം ഞാൻ അഡ്വക്കേറ്റ് കെ അനിൽകുമാറിലേക്ക്. അഡ്വക്കേറ്റ് കെ അനിൽകുമാർ, 2 വർഷത്തോളം നടന്ന ഒരു വലിയ തട്ടിപ്പ്, 1000 കോടിയിലധികം വരും എന്ന് പ്രാഥമിക നിഗമനം. ഇപ്പോൾ 34 കോടിയാണ് ക്രൈംബ്രാഞ്ചിന് മുന്നിലെ കേസ്. പക്ഷേ പരാതിയുടെ എണ്ണം കൂടുന്തോറും അതിൻ്റെ ആഴം കൂടിക്കൊണ്ടിരിക്കുന്നു, വലിപ്പം കൂടിക്കൊണ്ടിരിക്കുന്നു. ഈ 2 വർഷമായി കേരളത്തിൽ വിവിധ രാഷ്ട്രീയ നേതാക്കളെ മുന്നിൽ നിർത്തി അവരറിഞ്ഞോ അറിയാതെയോ നടത്തിയൊരു വലിയ തട്ടിപ്പ് നമ്മുടെ ഇൻ്റലിജൻസ് സംവിധാനം അറിയുന്നതിൽ ഒരു വൈകൽ സംഭവിച്ചിട്ടുണ്ടോ? ഈ സാധാരണക്കാരായ മനുഷ്യർ, അംഗൻവാടി പ്രവർത്തകർ, പ്രൊമോട്ടർമാർ, അതേപോലെ പല സ്ഥാപനങ്ങളിലും പ്രവർത്തിക്കുന്നവർ, അക്ഷയ കേന്ദ്രങ്ങൾ വഴി ഒക്കെയാണ് ഈ തട്ടിപ്പ് നടന്നിരിക്കുന്നത് പലയിടങ്ങളിലും. ഇത് നമ്മുടെ ഇൻ്റലിജൻസ് സംവിധാനം ഇത്രയും വലിയൊരു തട്ടിപ്പ് നടക്കുന്നിട്ടും അതറിയാതെ പോയത് എന്തുകൊണ്ടായിരിക്കും? ശ്രീ അനിൽകുമാർ. ഒരു പരാതിക്കാരനില്ലാതെ സാമ്പത്തിക ഇടപാടുകളിൽ കേസെടുക്കുന്നതിന് പോലീസിന് പരിമിതികളുണ്ട്. ഒരാൾ മറ്റൊരാളെ വഞ്ചിക്കുമ്പോൾ, വഞ്ചിക്കപ്പെട്ടവൻ പരാതി നൽകുമ്പോൾ മാത്രമാണ് സംസ്ഥാന സർക്കാരിന് നീതിന്യായ സംവിധാനത്തിലേക്ക് പരാതികൾ കേസാക്കി എത്തിക്കാനാവുക. അല്ലാതെ നമ്മുടെ നാട്ടിൽ ധാരാളം തട്ടിപ്പുകൾ നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഇവിടെ ഇത്തരമൊരു തട്ടിപ്പിൻ്റെ പരിസരം സൃഷ്ടിക്കപ്പെട്ടത് തന്നെ പരിശോധിച്ചാൽ CSR ഫണ്ടിലെ പൊതുനന്മ ഫണ്ട് ഇതിനായി ടാപ്പ് ചെയ്യും എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ കമ്പനി നിയമപ്രകാരമുള്ള CSR ഫണ്ട് സ്കൂട്ടർ പോലുള്ള ഒരു ഉപകരണം വാഹനം വാങ്ങാൻ ആവശ്യമായ ഫണ്ടല്ല. ഏറ്റവും ദാരിദ്ര്യം അനുഭവിക്കുന്ന മനുഷ്യർക്ക് ലഭ്യമാകേണ്ടതാണ് പൊതുനന്മ ഫണ്ട്. അവരുടെ ചികിത്സയുടെ കാര്യമാവാം, അല്ലെങ്കിൽ അത്യാവശ്യം വീട് നിർമ്മിക്കുന്നതാവാം, മറ്റു കാര്യങ്ങളാവാം. പക്ഷേ അത് പൊതുനന്മ ഫണ്ടാണെന്നും അതിൻ്റെ ഭാഗമായി അത് സ്കൂട്ടർ ലഭിക്കുമെന്നും ഗൃഹോപകരണങ്ങൾ ലഭിക്കുമെന്നും ഒരു പ്രചരണം നടത്തിയ സാഹചര്യം പരിശോധിക്കേണ്ടതുണ്ട്. സാഹചര്യം മറ്റൊന്നുമല്ല, കേരളത്തിലെ BJP നേതൃത്വം അക്കാര്യത്തിൽ എടുത്തിട്ടുള്ള നിലപാട് എന്താണെന്ന് പരിശോധിക്കണം. BJPയുടെ 2 സംസ്ഥാന വൈസ് പ്രസിഡന്റുമാർ, ഒന്ന് കോൺഗ്രസ്സുകാരിയായിരുന്നപ്പോൾ വനിതാ കമ്മീഷൻ്റെ അംഗമായിരുന്ന പ്രമീള ദേവി, അവരുടെ തട്ടിപ്പ് പുറത്തു കൊണ്ടുവന്നത് അവരോടൊപ്പം തന്നെ പ്രവർത്തിക്കുകയും BJPയിൽ ചേരുകയും ചെയ്ത തൊടുപുഴയിലെ ഗീതാകുമാരിയാണ്. പ്രമീളാദേവി പറയുന്നത് ഇതുമായിട്ട് എനിക്കൊരു ബന്ധവുമില്ല എന്ന്. ഇന്നിപ്പോൾ മാധ്യമങ്ങൾ അതിൻ്റെ യാഥാർത്ഥ്യം പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. പ്രമീളാദേവി ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഡയറക്ടറായിരുന്നു. അവർ സ്ഥാനം ഒഴിഞ്ഞപ്പോൾ സ്വന്തം മകളെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നു എന്നുള്ളത് ഇപ്പോൾ പുറത്തു വന്ന കാര്യമാണ്. ഇനി AN രാധാകൃഷ്ണൻ്റെ കാര്യം നോക്കൂ. അദ്ദേഹം കേരളത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ചിത്രം പതിച്ച് പരിപാടികൾ നടത്തിയതിൻ്റെ, ബോർഡ് വെച്ചതിൻ്റെ ഒരു 65-70 സ്ക്രീൻഷോട്ടുകൾ പല സ്ഥലങ്ങളിലെ അദ്ദേഹവും സ്കൂട്ടറുമൊപ്പം വനിതകൾക്കൊപ്പം നിൽക്കുന്ന നരേന്ദ്രമോദിയുടെ വനിതാ ശാക്തീകരണത്തിൻ്റെ കേരളത്തിലെ അംബാസഡർ എന്നാണ് ബഹുമാനപ്പെട്ട AN രാധാകൃഷ്ണനെക്കുറിച്ച് ഇവിടെ പ്രചരിപ്പിക്കപ്പെട്ടിരുന്നത്. ഞങ്ങളുടെ പാർട്ടിയെ സംബന്ധിച്ച് പറഞ്ഞാൽ CPMൽ പല കമ്മിറ്റികളിലും ഞാനൊക്കെ ചർച്ച കേട്ടിട്ടുണ്ട്. അപ്പോൾ BJP കേരളത്തിൽ വേരുപിടിക്കാൻ വേണ്ടി, വേരുറപ്പിക്കാൻ വേണ്ടി പല പരിപാടികൾ നടത്തുന്ന കൂട്ടത്തിൽ ഒന്നാണിത്. അവർ കമ്പനികളുടെ CSR ഫണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിൽ ടാർഗറ്റ് ചെയ്ത് കൊടുപ്പിക്കലാണ്. സ്വാഭാവികമായും സ്കൂട്ടർ കിട്ടുന്നവർ അവരോടൊരു കമ്മിറ്റ്മെൻറ്റ് ഉണ്ടാവുക എന്നുള്ളത് ചിലപ്പോൾ ഉണ്ടായെന്നിരിക്കും. അതിൻ്റെ ഭാഗമായി സംഘടിപ്പിക്കപ്പെടുന്നതാണ് എന്ന ചർച്ചകൾ വരെ ഞങ്ങളുടെ പാർട്ടിയുമായി ബന്ധപ്പെട്ട് ചില സ്ഥലങ്ങളിൽ വന്നിരുന്നതും എൻ്റെ ഓർമ്മയിലുണ്ട്. ഇവിടെ സായി ഫെഡറേഷൻ, നമുക്ക് സായിബാബയെക്കുറിച്ചൊക്കെ ഉള്ള ഓർമ്മകൾ വരുമ്പോൾ അതൊക്കെ തന്നെ ഏതെങ്കിലും മതവുമായി മാത്രം ബന്ധപ്പെട്ടല്ല, അല്ലെങ്കിൽ ഒരു RSSുമായി ബന്ധപ്പെട്ടല്ല എന്ന് കാണാം. പക്ഷേ ഇതിൻ്റെ ഫലത്തിൻ്റെ തലപ്പത്ത് നിൽക്കുന്നവർ സംഘപരിവാരുകാരാണ്. ഇപ്പോൾ ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെട്ടൊരു വ്യക്തി, അദ്ദേഹത്തിന് 2 കോടി രൂപയാണ്
ഈ തട്ടിപ്പുകാരനായ ആൾ കൊടുത്തതെന്നാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള വിവരം. എന്തടിസ്ഥാനത്തിലാണ് അദ്ദേഹം 2 കോടി രൂപ വാങ്ങുന്നത്? എന്തടിസ്ഥാനത്തിലാണ് 2 കോടി രൂപ അദ്ദേഹം കൈപ്പറ്റേണ്ടത്? അതെ, അത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഞാനൊരു സംശയം, ഇതിപ്പോ അങ്ങ് പറഞ്ഞതുപോലെ അതിനകത്തൊരു രാഷ്ട്രീയമുണ്ട് എന്നുള്ളത് പ്രാഥമികമായി നമുക്ക് സംശയിക്കാം. കാരണം അതിൽ കേന്ദ്ര സർക്കാരിൻ്റെ പേര് പറയുന്നു, നാരീശക്തിയെക്കുറിച്ച് ചിലയിടങ്ങളിൽ പറയുന്നു. പക്ഷേ അതിനോട് സഹകരിച്ചുകൊണ്ട് പലയിടങ്ങളിലും ഈ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തവരിൽ കോൺഗ്രസിൻ്റെ നേതാക്കളുണ്ട്, CPM നേതാക്കളുണ്ട്, മന്ത്രിമാരുണ്ട്. അപ്പോൾ ഇതറിയാതെ ഇതിന് പിന്നാലെ പോകുമ്പോൾ അവിടെയായിരുന്നു എൻ്റെ ചോദ്യം. മന്ത്രിമാരടക്കം MLA-മാരടക്കം ഇത്തരം പരിപാടികളിൽ തട്ടിപ്പുകൾ നടക്കുന്ന ഇടങ്ങളിൽ പോയി അവരുടെ മുഖസാന്നിധ്യമായി ഉദ്ഘാടന വേദിയിൽ നിന്നത് കൂടുതൽ വിശ്വാസ്യത കൂട്ടി. അത് യഥാർത്ഥത്തിൽ ഇൻ്റലിജൻസ് ഫെയിലിയർ ആയിരുന്നു എന്നതായിരുന്നു എൻ്റെ ചോദ്യം. അഡ്വക്കേറ്റ് അനിൽകുമാർ. അതെ, നമ്മുടെ നാട്ടിലെ പരിപാടികൾ നടക്കുമ്പോൾ എങ്ങനെയാണ് ജനപ്രതിനിധികളെ വിളിക്കുന്നത്? ഒരു പരിപാടിയുണ്ട്, സ്കൂട്ടർ വിതരണമാണ്, ഒന്ന് വരണമെന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളുണ്ടാവും. അതിൽ നിന്ന് LDF-കാർ മാറി നിൽക്കാറില്ല, മന്ത്രിമാർ മാറി നിൽക്കാറില്ല. ബഹുമാനപ്പെട്ട V. ശിവൻകുട്ടി ഇന്ന് പത്രസമ്മേളനത്തിൽ തന്നെ പറഞ്ഞു, അദ്ദേഹത്തെ ശ്രീ അനന്തകുമാർ, അദ്ദേഹം അറിയപ്പെടുന്ന ഒരു പൊതുപ്രവർത്തകനായിട്ടാണ് കാണപ്പെടുന്നത്, സംഘപരിവാരക്കാരനായിരിക്കും. അപ്പോൾ ഇവിടെ ബഹുമാനപ്പെട്ടൊരു ഹൈക്കോടതി റിട്ടയർഡ് ജഡ്ജി തന്നെ അതിൻ്റെ ഒരു അഡ്വൈസർ നിലയ്ക്ക് അദ്ദേഹം വന്നിട്ടുണ്ട്. അദ്ദേഹം തട്ടിപ്പിന് കൂട്ടുനിൽക്കുന്ന ആളാണെന്ന് എനിക്കറിയില്ല, അങ്ങനെ നിൽക്കുന്ന ഒരാളായിട്ട് ഞങ്ങളാരും കണ്ടിട്ടില്ല. പക്ഷേ അദ്ദേഹത്തെ പോലുള്ള ആളുകൾ സഹകരിക്കുന്നൊരു സ്ഥാപനമാകുമ്പോൾ സ്വാഭാവികമായും ഒരു ചടങ്ങിന് വിളിച്ചാൽ പോയെന്നിരിക്കും. നിങ്ങളൊരാൾക്ക് മറ്റൊരാൾ പണം നൽകുന്ന ഘട്ടത്തിലാണ് അതിൻ്റെ അബേറ്റ്മെൻ്റ് ഉണ്ടാകുന്നത്. അങ്ങനെ ഏതെങ്കിലും വ്യക്തികളോട് പണം വാങ്ങിക്കൊടുക്കത്തക്ക വിധം CPM, അതിൻ്റെ ഏതെങ്കിലും ഒരു മന്ത്രി, അതിൻ്റെ ഏതെങ്കിലും ഒരു MLA, ഞങ്ങളുടെ പാർട്ടിയുടെ ചുമതലക്കാർ ഞങ്ങളുടെ സംഘടനാ സംവിധാനം ഉപയോഗിച്ചിട്ടുണ്ടോ? മറിച്ച് സംഘടനാ സംവിധാനം ഇതിനായി ഉപയോഗിച്ചു. അങ്ങനെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിലെ ഏതെങ്കിലും നേതാക്കൾ, നമ്മൾ നേരത്തെ പറഞ്ഞ പ്രമീളാദേവി അല്ലാതെ മറ്റാരെങ്കിലും പണം നൽകാൻ വേണ്ടി ആരെയെങ്കിലും സ്വാധീനം ചെലുത്തിയതായി വാർത്ത വന്നിട്ടില്ല. നമുക്കറിയുന്ന ഒരേ ഒരു കാര്യം, ഇവരെല്ലാം ഈ ചടങ്ങിൽ പങ്കെടുത്ത് അതിൻ്റെ വിശ്വാസ്യതയുള്ള ബ്രാൻഡ് അംബാസഡർമാർ എന്ന നിലയിൽ അവതരിപ്പിക്കപ്പെട്ടു എന്നാണ്. അവരെ അറിഞ്ഞോ അറിയാതെയോ. ഞാൻ അങ്ങനെയൊക്കെ തിരിച്ചു വരാം. അനിൽകുമാർ, അതിൽ അങ്ങ് പറഞ്ഞതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അതെനിക്ക് മറ്റ് അതിഥികളുടെ കൂടി പ്രതികരണം ഇതിൽ വേണം. നമുക്കിപ്പം പരാതിക്കാരിയായ പ്രമീള ഗിരീഷ് കുമാറുണ്ട്, മൂവാറ്റുപുഴ സീഡ് സൊസൈറ്റി ട്രഷററാണ്. ഈ വിഷയം പുറത്തെത്തിച്ചത് പ്രമീളയുടെ ഒറ്റയാൾ പോരാട്ടമാണെന്നൊരു ഘട്ടം വരെ പറയേണ്ടി വരും. പ്രമീള, ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ പ്രകാരം വിവിധ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കളും സമൂഹത്തിലെ ഉയർന്ന നിലയിൽ നിൽക്കുന്ന മനുഷ്യരും ഒക്കെ ഈ അനന്തകൃഷ്ണൻ്റെ സഹയാത്രികരായിരുന്നു, അഥവാ അനന്തകൃഷ്ണൻ അവരെ തെറ്റിദ്ധരിപ്പിക്കുകയാണോ ചെയ്തത്? എപ്പോഴാണ് പ്രമീളയ്ക്ക് ഇതിൽ വലിയ സംശയം തോന്നി തുടങ്ങിയത്? പ്രമീള ഗിരീഷ് കുമാർ. എനിക്ക് സംശയം തോന്നി തുടങ്ങിയത് ഞാൻ ഇതിനു മുൻപ് പല മീഡിയകളിലും പറഞ്ഞിട്ടുണ്ട്. ഒക്ടോബർ മുതലാണ് നമുക്ക് സംശയം തോന്നുന്നത്. കാരണം വണ്ടിയുടെ റീഫണ്ട് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട 400ഓളം റീഫണ്ടുകൾ വന്നു കഴിഞ്ഞപ്പോൾ അത് കൊടുക്കാത്ത സമയം വന്നപ്പോഴാണ് നമ്മൾക്ക് ഇതിനകത്ത് പരാതിയുണ്ട് എന്ന്, നമുക്ക് പ്രശ്നമുണ്ട്, തട്ടിപ്പുണ്ട് എന്ന് നമുക്ക് തോന്നി തുടങ്ങിയത്. അതിനു മുൻപ് വരെ നല്ല രീതിയിൽ തന്നെ നടന്നു പോന്നിട്ടുണ്ട്. ആ സമയത്താണ് പോലീസും ഇതിലെ തട്ടിപ്പുണ്ട്, ഇതില് പെട്ടുപോകും എന്ന് ഞങ്ങൾ സൊസൈറ്റി മെമ്പേഴ്സിനോട് പറയുന്ന സമയത്താണ് നമുക്കും തോന്നി തുടങ്ങിയത്. കാരണം ആദ്യം ഒരു കേസ് വന്നു. ആ കേസിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ടാണ് പോലീസ്, ഒക്ടോബർ 1 കേസ് വരുന്നത്. അന്വേഷണവുമായി ബന്ധപ്പെട്ടാണ് പോലീസിന് മനസ്സിലാവുന്നത് ഇത് തട്ടിപ്പാണെന്ന്. അന്നാണ് അനന്തകൃഷ്ണന്റെ വക്കീലിനെ വിളിക്കുകയും അവരോട് CSR ഫണ്ടിനെ കുറിച്ച് ചോദിക്കുകയും CSR ഫണ്ട് 1 രൂപ പോലും വന്നിട്ടില്ല എന്ന് അന്ന് പോലീസിന് മനസ്സിലാവുകയും ചെയ്തു. പിന്നീട് അങ്ങോട്ട് ഞങ്ങൾ ഇതിൽ പെട്ട് കിടക്കുന്നത് കൊണ്ട് ഞങ്ങൾ പോലീസിനോട് പറഞ്ഞു, ഞങ്ങൾ എങ്ങനെയെങ്കിലും ഇതൊന്ന് വാങ്ങിച്ചെടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ചെങ്കിലും ഞങ്ങളൊന്ന് അതുകൊണ്ട് പോലീസ് ഒരു കസ്റ്റമറിന്റെ പരാതിയേക്കാൾ വലുത് സീഡ് സൊസൈറ്റിയും ആണ്. അനന്തകൃഷ്ണന്റെ സൊസൈറ്റി സീഡ് സൊസൈറ്റി ആയതുകൊണ്ട് അനന്തകൃഷ്ണനെതിരെ സീഡ് സൊസൈറ്റി ഒരു പരാതി കൊടുക്കണമെന്ന് CI പറഞ്ഞു. പിന്നീട് അങ്ങോട്ട് ഞങ്ങൾ ജനുവരി 16 നമ്മൾ കേസ് കൊടുക്കുന്നതും അത് വീണ്ടും അനന്തകൃഷ്ണനോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അനന്തകൃഷ്ണൻ നമുക്കത് 3-4 ദിവസത്തിനകം തരാമെന്നും അനന്തകൃഷ്ണന്റെ വക്കീൽ ഇടപെട്ട് തരാമെന്നും ഒക്കെ പറഞ്ഞു. പക്ഷെ എന്നിട്ടും അതിന് ഒരു വിജയം ഉണ്ടായില്ല എന്നുള്ളതാണ്. കാരണം അനന്തകൃഷ്ണൻ അത് പിന്നെ മൈൻഡ് ചെയ്യാത്ത രീതിയിലേക്കായി. അതുകൊണ്ടാണ് ഞാൻ എന്റെ മൊഴിയിൽ സ്ട്രോങ് ആയി ഉറച്ചു നിന്നുകൊണ്ടൊരു മൊഴി കൊടുത്ത് പോലീസ് കേസെടുത്ത് മുന്നോട്ട് പോകണമെന്ന CIയോട് ആത്മാർത്ഥമായി പറഞ്ഞു. CI പോലീസ് ശരിക്കും പറഞ്ഞാൽ മൂവാറ്റുപുഴയിലെ പോലീസ് ഞങ്ങൾക്ക് ശരിക്കും സഹായിച്ചിട്ടുണ്ട്.
അല്ലെങ്കിൽ ഇത് പുറത്തു പ്രമീള, വരില്ല. ഈ സി ഡി സൊസൈറ്റി തുടങ്ങുന്നത് മുതൽ അതിന്റെ പ്രവർത്തനങ്ങളിൽ വരെ വിവിധ രാഷ്ട്രീയ കക്ഷികളിലെ നേതാക്കളോ MLA മാരോ MP മാരോ അവരുടെയൊക്കെ സഹായം ഈ സി ഡി സൊസൈറ്റിക്കും ഈ അനന്തകൃഷ്ണനും ഒക്കെ കിട്ടിയിട്ടുണ്ടോ പ്രമീള? അത് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം സീഡ് സൊസൈറ്റി രൂപീകരിക്കുന്നത് രാഷ്ട്രീയ ബേസിലായിരുന്നില്ല ഇത് രൂപീകരിക്കുന്നത്. കാരണം ഞാൻ ഇതിനകത്ത് വന്നത് രാഷ്ട്രീയം കണ്ടുകൊണ്ടല്ല ഇതിനകത്ത് വന്നത്. നമ്മൾ ജനങ്ങൾക്ക് സേവിക്കാൻ വേണ്ടി ഇറങ്ങിയ ആളുകളാണല്ലോ. അപ്പം ജനങ്ങൾക്ക് എന്തെങ്കിലും കിട്ടും. പല സ്ഥലങ്ങളിലും NGOs കൊടുക്കുന്നത് കണ്ടിട്ട് നമ്മളത് കണ്ടിട്ടാണ് നമ്മൾ ഇതിനകത്ത് വന്നത്. പക്ഷെ നമുക്ക് അന്ന് സംശയമൊന്നും തോന്നിയില്ല. കാരണം ഞങ്ങളൊരു സീഡ് സൊസൈറ്റി എറണാകുളം ജില്ലയിലെ ആദ്യം ഇടുക്കിയിലായിരുന്നു. ഇടുക്കിയിൽ നിന്ന് പിന്നെ ഞങ്ങൾ രണ്ടാമത് എനിക്ക് തോന്നുന്നു മൂവാറ്റുപുഴയിലാണ് എറണാകുളം ജില്ലയിൽ ആദ്യമായിട്ട് സീഡ് സൊസൈറ്റി രൂപീകരിക്കുന്നത്. ജൂലൈ 19 തീയതി 23 ജൂലൈ 19 തീയതി. അന്ന് മറ്റ് NGOsന്റെ എല്ലാം പ്രവർത്തനങ്ങൾ കണ്ടുകൊണ്ടാണ് നമ്മൾ ഇതിനകത്ത് വന്നത്. പക്ഷെ രാഷ്ട്രീയക്കാരെ നമ്മൾ ഒരിക്കലും ഇതിനകത്തേക്ക് കൊണ്ടുവന്നു എന്ന് പറഞ്ഞാൽ ഒരു മുൻ പഞ്ചായത്ത് പ്രസിഡന്റ്, ആലപ്പുഴയുടെ ഒരു മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ജാൻസി ജോഷിയാണ് എന്നെ ഇതിനകത്ത് കൊണ്ടുവന്ന് ഈ തട്ടിപ്പിലേക്ക് കൊണ്ടുവന്നതുള്ള കാര്യം പറയാലോ. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഇതിൽപ്പെട്ടത്. പക്ഷെ അത് രാഷ്ട്രീയക്കാരി എന്ന നിലയിലല്ല കേട്ടോ അവർ നമ്മളെ ഇതിനകത്ത് കൊണ്ടുവന്നത്. ഞാൻ ചോദിച്ചത് ഈ സീഡ് സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങൾക്ക് അവിടുത്തെ ജനപ്രതിനിധികളുടെ പിന്തുണ ഉണ്ടായിരുന്നോ എന്നാണ് ഞാൻ ചോദിച്ചത്. ജനപ്രതിനിധി എന്ന് ഉദ്ദേശിക്കുന്നത് MLA MP ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ എനിക്കൊരിക്കലും അവരുടെ ഒരു പിന്തുണയും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല, ഞങ്ങളുടെ സീഡ് സൊസൈറ്റിക്ക് കിട്ടിയിട്ടില്ല. പിന്നെ ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യമായി ലാപ്ടോപ്പ് വിതരണം ചെയ്ത സമയത്ത് നമ്മൾ MLA ആണ് വിളിച്ച് വിതരണം ചെയ്യാനായിട്ട് MLA ആണ് വിളിച്ചത്. അപ്പൊ നമ്മള് സ്വാഭാവികമായിട്ടും ഒരു രാഷ്ട്രീയ പാർട്ടി, ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ അതായാലും ജനങ്ങൾ കൂടുന്ന ഒരു പ്രസ്ഥാനത്തിന് വേണ്ടി നമ്മൾ MLA വിളിക്കുമല്ലോ. അപ്പൊ അങ്ങനെ വിളിച്ചുവിട്ടുള്ളതല്ലാതെ അങ്ങനെ ഒരു സഹായം ഞങ്ങൾക്ക് ചെയ്തു എന്ന് എനിക്ക് അറിയില്ല. അതെനിക്ക് എന്റെ ഇതിൽ എനിക്ക് അറിയില്ല സർ. അതാണ് എനിക്ക് പറയുന്നത്. ഈ നിങ്ങളുടെ സീഡ് സൊസൈറ്റി വഴി എത്ര രൂപ പിരിച്ചു നൽകിയിട്ടുണ്ടാവും പ്രമീള? ഞങ്ങള് ഇന്നലെ കണക്ക് കൊടുത്തത് 9 കോടിയിൽ പരം രൂപയുടെ കണക്കാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. 9,18,00,000. അതിൽ എത്ര പേർക്ക് തിരിച്ചു കിട്ടി? ഇനി എത്ര തിരിച്ചു കിട്ടാനുണ്ട്? നമുക്ക് 65, ഇന്നലെ നമ്മൾ കണക്കെടുക്കുമ്പോഴാണ് അറിയുന്നത് 65 വാഹനമാണ് നമ്മൾ കൊടുത്തിട്ടുള്ളൂ. 120 റീഫണ്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി എത്ര കോടി രൂപ കൊടുക്കാനുണ്ട്? ഇനിയാണ് ഞാനിപ്പോ പറഞ്ഞതാണ് സാറേ 9 കോടി 18 ലക്ഷത്തി 9 കോടി 18 ലക്ഷം രൂപ ഇനി കൊടുക്കാൻ ബാക്കിയുണ്ട്. അതിൽ ധാരാളം ആളുകൾ കടമെടുത്തത് പണമായിരിക്കും, പല രീതിയിൽ ബുദ്ധിമുട്ടിയ ആൾക്കാരായിരിക്കും. വണ്ടിയുടെ മാത്രമല്ല ഹോം അപ്ലയൻസസ് ഉണ്ട് അതിനകത്ത്. പിന്നെ അതിനകത്ത് ഒരു പുതിയ പദ്ധതി ഉണ്ടായിരുന്നു. ഈ പ്രമീള, എൻ്റെ ഒരു സംശയം, നിങ്ങൾ സീഡ് സൊസൈറ്റി രൂപീകരിക്കുമ്പോൾ പ്രമീളയൊക്കെ ജനപ്രതിനിധികളായി അല്ലെങ്കിൽ പൊതുസേവന രംഗത്തുള്ളവരാണല്ലോ. ഇങ്ങനെ CSRന്റെ ഫണ്ട് ഉപയോഗിച്ച് നേരത്തെ അനിൽകുമാർ പറഞ്ഞതുപോലെ ബൈക്ക് അടക്കമുള്ള സാധനങ്ങളൊന്നും കൊടുക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ വാഷിംഗ് മെഷീൻ കൊടുക്കുന്നതല്ല CSR എന്നുള്ള ഒരു ധാരണ, ഒരു പ്രാഥമിക ധാരണ നിങ്ങൾക്കില്ലാതെ പോയത് എന്തുകൊണ്ടായിരിക്കും? അഥവാ അങ്ങനെ ചിന്തിച്ചില്ലേ നിങ്ങൾ ആരും? അത് എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ രൂപീകരണ സമയത്ത് ശ്രീ അനന്തകൃഷ്ണൻ തന്നെയാണ് അവിടെ വന്ന് സംസാരിച്ചത്. നമ്മളോട് സംസാരിച്ചത് CSR ഫണ്ട് എന്ന് തന്നെയാണ് സംസാരിച്ചത്. പിന്നീട് അങ്ങോട്ട് ഞാൻ ഒരിക്കൽ അനന്തകൃഷ്ണനെ കാണാൻ ഇടയായ സമയത്ത് ഞാൻ അനന്തകൃഷ്ണനോട് ചോദിച്ചു, എനിക്കിപ്പോഴും സംശയമാണ് CSR ഫണ്ട് ഇങ്ങനെ കിട്ടുമോ എന്ന്. കാരണം നമ്മളൊരു ജനപ്രതിനിധിയായിരിക്കുന്ന സമയത്ത് ഒരു CSR ഫണ്ട് കമ്പനികളുടെ കിട്ടണമെങ്കിൽ ഒത്തിരി ജനപ്രതിനിധികൾ പോയി അതിന്റെ പേപ്പർ വർക്കുകളൊക്കെ നടത്തിയിട്ടാണ് നമുക്ക് ആ CSR ഫണ്ട് കിട്ടുന്നത്. അപ്പോൾ അനന്തകൃഷ്ണൻ എന്നോട് പറഞ്ഞത്, ചേച്ചി CSR ഫണ്ട് എന്ന് ചേച്ചി ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഒരു പ്രോഡക്റ്റ്, ഇപ്പൊ ലാപ്ടോപ്പ് ആയാലും എന്ത് തന്നെയായാലും ഒരു പ്രോഡക്റ്റ് കമ്പനിയുടെ ഇറക്കുമ്പോൾ വെഹിക്കിൾ ചാർജ്, അതുപോലെ ഷോപ്പിന്റെ ചാർജ്, ഇലക്ട്രിസിറ്റി, പിന്നെ അതുപോലെ പല ഒരു സെയിൽസ്മാൻ, അങ്ങനെ കുറെ കാര്യങ്ങൾ നീക്കം ചെയ്ത് കഴിയുമ്പോൾ അതൊരു ചെറിയ ഡിസ്കൗണ്ടിൽ നമുക്ക് കിട്ടുന്നു എന്നാണ് പറയുന്നത്. അത് പിന്നീട് ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ, ഞാൻ എന്റെ സംശയങ്ങൾ പിന്നീട് അനന്തകൃഷ്ണനോട് സംസാരിച്ചു കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹം പറയുന്നത്. പക്ഷെ ആദ്യം ഇത് രൂപീകരിക്കുന്ന സമയത്ത് സാർ പറയാം CSR ഫണ്ട് ഉണ്ട് എന്ന് തന്നെ പറഞ്ഞുകൊണ്ടാണ് ഞങ്ങളോട് രൂപീകരിച്ചത്. പിന്നീട് എന്റെ സംശയം ചോദിച്ചു കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത്. ഇനി ഈ പണം തിരിച്ചു കൊടുക്കാൻ കഴിയുമെന്ന് പ്രമീള കരുതുന്നുണ്ടോ? പണം തിരിച്ചു കൊടുക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ, ഞങ്ങൾ പണം കിട്ടാതെ വന്നപ്പോഴാണ് ഞങ്ങൾ പോലീസിന്റെ അടുത്ത് ചെന്നത്. എന്തായാലും ഞങ്ങളുടെ മൂവാറ്റുപുഴയിലെ പാവപ്പെട്ട ജനങ്ങളുടെ പൈസ എങ്ങനെയെങ്കിലും തിരിച്ചു കൊടുക്കണം. കാരണം ആദ്യം ഈ കേരളത്തിൽ പരാതി കൊടുക്കാൻ തയ്യാറായത് ഞങ്ങളാണ്.
കാരണം ഈ സ്ത്രീകളുടെ ഈ ആളുകളുടെ കരച്ചിൽ കേൾക്കണം സർ. മൂവാറ്റുപുഴയിലുള്ള എല്ലാ ആളുകളും പാവപ്പെട്ട ആളുകളാണ് ഇതിനകത്ത് വളർന്നു വരുന്ന അത് തീർച്ചയായും നിങ്ങളെ അഭിനന്ദിക്കുന്നു പ്രമീള. പക്ഷേ അതേസമയം തന്നെ എൻ്റെ ചോദ്യം, നിങ്ങൾ സീഡ് സൊസൈറ്റിയിലെ ഇതേപോലെയുള്ള കോർഡിനേറ്റർമാർക്കും ട്രഷറർമാർക്കും മാസം എന്തെങ്കിലും ഓണറേറിയം കിട്ടിയിരുന്നോ? ഓണറേറിയം എന്ന് പറയുന്നത് സാർ മൂവാറ്റുപുഴയിലായ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്, എല്ലാ സ്ഥലത്തും അങ്ങനെ തന്നെയായിരിക്കാം. നമ്മൾ ഒരു 320 രൂപ നമ്മൾ മെമ്പർഷിപ്പായി പിടിക്കുമ്പോൾ ആ 320 രൂപയിൽ 100 രൂപ കോർഡിനേറ്റർക്ക്, 100 രൂപ നമ്മളുടെ താഴെത്തട്ടിലുള്ള പ്രൊമോട്ടർക്ക്, ബാക്കി 120 രൂപ നമ്മുടെ അനന്തകൃഷ്ണന്റെ സിയാർസ് എന്ന് പറയുന്ന സംഘടനയും നമ്മുടെ സീഡ് സൊസൈറ്റിയുടെ ഓഫീസിന്റെ റണ്ണിങ്ങിനും വേണ്ടിയാണ് ഈ 120 രൂപ ഉപയോഗിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ഒരു മാസം 50 എണ്ണം പിടിച്ചാൽ 5000 രൂപ കിട്ടും. പിടിച്ചില്ലെങ്കിലോ പൈസയില്ല. ഇത്രയാണ് ഇതിനകത്ത് ഈ ഓണറേറിയം എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് നോക്കാം, കാണുമ്പോൾ നോക്കാം. അതായത് പ്രമീളയ്ക്ക് ഒരു പക്ഷേ പരമാവധി കിട്ടിയിട്ടുണ്ടാവുക ഇതേപോലെ ഒരു 4-5 മാസത്തെ ഒരു 10,000-15,000 20,000 രൂപയായിരിക്കും മൊത്തം ഓണറേറിയം എന്ന നിലയിൽ കിട്ടിയിട്ടുണ്ടാവുക അല്ലേ? അതെ അതെ, അത്രേ ഉണ്ടാവുള്ളൂ സാർ. ഓക്കെ, കാര്യങ്ങൾ വ്യക്തമാണ്. നമുക്കിപ്പം റിട്ടയർഡ് SP സുഭാഷ് ബാബു ഉണ്ട്. ശ്രീ സുഭാഷ് ബാബു, കാര്യങ്ങൾ വിശദീകരിച്ചതിൽ നിന്ന് കാര്യങ്ങൾ ഏറെക്കുറെ വ്യക്തമാണ്. പക്ഷേ എൻ്റെ ഇപ്പോഴത്തെയും സംശയം, CSR എന്ന പേരിൽ കേരളത്തിലെ പൊതുസമൂഹത്തെ, ജനപ്രതിനിധികളെ അടക്കം മുന്നിൽ നിർത്തി പറ്റിച്ച ഈ വലിയ തട്ടിപ്പ് നമ്മുടെ ഇൻ്റലിജൻസ് സംവിധാനത്തിന് അറിയാൻ കഴിയാതെ പോയത് എന്തുകൊണ്ടായിരിക്കും എന്നുള്ളതാണ്. ഇതേതെങ്കിലും ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ മാത്രം ചീറ്റ് ചെയ്തൊരു സിവിൽ കേസല്ല. ഇത് സംസ്ഥാനമൊട്ടാകെ ജനപ്രതിനിധികളെ മുന്നിൽ നിർത്തി വിവിധ പഞ്ചായത്തുകളെയും ബ്ലോക്കിലുള്ള പ്രൊമോട്ടർമാരെയും ഒക്കെ മുന്നിൽ നിർത്തി നടത്തിയ വലിയൊരു നെറ്റ്വർക്കിംഗ് ആണ്. ഇങ്ങനൊരു നെറ്റ്വർക്ക് ശക്തി പ്രാപിക്കുന്നതായും ബാങ്കുകളിൽ നിന്ന് അസാധാരണമാം വിധം ലക്ഷങ്ങൾ പിൻവലിക്കപ്പെടുന്നു, ഒരു ദിവസം തന്നെ ഒരു അക്കൗണ്ടിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപ പിൻവലിക്കപ്പെടുകയും കൂട്ടിച്ചേർക്കപ്പെടുകയും ചെയ്യുന്നു എന്നതൊന്നും നമ്മുടെ സംവിധാനങ്ങൾക്ക് അറിയാതെ പോയത് എന്തുകൊണ്ടായിരിക്കും ശ്രീ സുഭാഷ് ബാബു? അറിയാതെ പോയെന്ന് പറയാൻ പറ്റില്ല. ഇതിൽ പ്രധാന കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് സാധാരണയിൽ വ്യത്യസ്തമാണ്. സാധാരണ പത്രമാധ്യമങ്ങളിലൂടെ പരസ്യം നടത്തിയിട്ടും അതേമാതിരി പ്രചാരണം നടത്തിയിട്ടും പബ്ലിക് മീറ്റിംഗ് നടത്തിയിട്ടും ഒക്കെയാണ് ഇതേമാതിരിയുള്ള തട്ടിപ്പുകൾ പല ആളുകളും ചെയ്യുന്നത്. ഇത് വളരെ വിദഗ്ധമായിട്ട്, ഇതിൽ എന്താണെന്ന് പറഞ്ഞാൽ ആളുകളുമായിട്ട് ഏറ്റവും കൂടുതൽ വിശ്വാസയോഗ്യമായി ബന്ധപ്പെടുന്ന NGOസിനെയാണ് ഈ വ്യക്തി ലക്ഷ്യമിട്ടത്. ആ NGOസിലൂടെ ഇതേമാതിരിയുള്ള മെസ്സേജുകൾ ഇതേമാതിരിയുള്ള സംവിധാനങ്ങളെപ്പറ്റി അത് അവിടുത്തെ മെമ്പർമാരോടോ അല്ലെ പ്രവർത്തകരോട് പറയുന്ന അവസരത്തിൽ സ്വാഭാവികമായിട്ട് അത് വിശ്വാസ്യതയുടെ ചോദ്യം വരുന്നില്ല. കാരണം NGOകളെ സ്വതവേ വിശ്വാസത്തിലെടുക്കുന്ന ആളുകളാണ് നമ്മുടെ മലയാളികൾ അധികമായിട്ടുള്ളത്. അപ്പോൾ NGOകളെ എന്നുള്ള രീതിയിൽ NGOകളെന്നുള്ള രീതിയിൽ അതിന് വിശ്വാസ്യത വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് റിട്ടയർഡ് ജഡ്ജും രാഷ്ട്രീയ പ്രവർത്തകരും മന്ത്രിമാരെയും ഒക്കെ ഇതിനകത്ത് വിവിധ ശ്രേണികളിലുള്ള സംവിധാനങ്ങളിൽ അല്ലെങ്കിൽ ഫംഗ്ഷനുകളിൽ ഉൾപ്പെടുത്തിയിട്ട് ഉദ്ഘാടനവും അതേമാതിരി പ്രമോഷനും ഒക്കെ നടത്തിയിട്ടുള്ളത്. ഇത് ഓഫീസ് ഉദ്ഘാടനമൊക്കെ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങനെ CSR ഫണ്ട് കിട്ടും എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് എല്ലാവരും നടത്തിയിരിക്കുന്നത്. അപ്പോൾ CSR ഫണ്ട് കിട്ടില്ല എന്ന് പറയേണ്ട ആരാണ് ഏറ്റവും കൂടുതൽ? രാഷ്ട്രീയ പ്രവർത്തകരാണ്. രാഷ്ട്രീയ പ്രവർത്തകർക്ക് അത് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. പോലീസിനെ സംബന്ധിച്ചുള്ള പോലീസ് തീർച്ചയായിട്ടും ഇത് ശ്രദ്ധിക്കപ്പെടേണ്ടതാണ്. കാരണം 50% വിലക്കുറവിൽ അല്ലെ 50% വിലയ്ക്ക് ഒരു പ്രോഡക്റ്റ് കൊടുക്കാൻ സാധാരണതയിൽ നല്ല കമ്പനിയുടെയാണ്. അല്ലെ ഇപ്പം ഫ്രോഡ് കമ്പനികളൊക്കെ ഉണ്ട്. അവരെ ചില പ്രോഡക്റ്റിൽ ഇപ്പം ഹോം അപ്ലയൻസിനൊക്കെ ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം നല്ല കസേരകൾ ചെയറൊക്കെ ഇപ്പം 1000 രൂപയ്ക്ക് വെക്കുമ്പോൾ സാധാരണ ആളുകൾ 300 രൂപയ്ക്ക് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്, ഇപ്പോഴും കൊടുക്കുന്നുണ്ട്. അതൊന്നുമല്ല, ഇത് നല്ല ഒറിജിനൽ പ്രൊഡക്ട്സാണ് കൊടുക്കുക. ഒറിജിനൽ പ്രൊഡക്ട്സ് എന്തായാലും ശരി മാക്സിമം ഒരു 25% താഴെ കൊടുക്കാൻ പറ്റില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇത് ആർക്കും തിരിച്ചറിയാൻ പറ്റാതെ പോയി എന്നുള്ളതാണ് ഏറ്റവും പരിതാപകരമായ അവസ്ഥ. അത് പോലീസിനെ സംബന്ധിച്ചോളം ശ്രദ്ധിക്കപ്പെടേണ്ടതായിരുന്നു. ഇനിയും പോലീസ് ഇത് നേരത്തെ എൻ്റെ അറിവിൽ 9ാം മാസം മുതൽ ഇതിന് പരാതികളൊക്കെ വരാൻ അവിടെ ഇവിടെയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. 9ാം മാസം പരാതി വന്നതിന് ശേഷം ഞാൻ പേര് പറയുന്നില്ല, പക്ഷേ പിന്നെ ഇവരുടെ ഇതിൽ ബന്ധപ്പെട്ട ചില രാഷ്ട്രീയ പ്രവർത്തകരും അതുപോലെ തന്നെ ചില അഡ്വക്കേറ്റുമാരും അതേപോലെ തന്നെ ചില മറ്റ് സാമൂഹ്യ പ്രവർത്തകരും ഒക്കെ ഇടപെട്ടിട്ട് അവരുടെ ബന്ധുക്കളും സ്വന്തക്കാരും അറിവിലുള്ള ആളുകൾ ഇവരെ ബന്ധപ്പെട്ടതിന് ശേഷം ഇത് പ്രശ്നമാകാതിരിക്കാൻ വേണ്ടി കുറേ ആളുകൾക്ക് പണം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളിപ്പം നേരത്തെ സഹോദരി പറഞ്ഞിട്ടുണ്ട് സീഡിന് എങ്ങനെയാണ് കുറേ പൈസ കിട്ടിയതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ ഇത് ഏതെങ്കിലും രീതിയിൽ പരിഹരിക്കപ്പെടാൻ പറ്റുന്ന സാഹചര്യമുണ്ടോ എന്ന് അവർ നോക്കുകയും അങ്ങനെ പൈസ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ ഏറ്റവും അപകടകരമായ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, നമ്മുടെ ഇപ്പം GST എന്ന് പറഞ്ഞൊരു സംവിധാനം
സംവിധാനം ഉണ്ടല്ലോ. ഇതിന് ഈ സാധനം വാങ്ങി കൊടുക്കുന്ന അവസരത്തിൽ ഇതിനകത്ത് ബില്ലുണ്ട്, ഇതിനെങ്ങനെയാണ് അക്കൗണ്ട് ചെയ്യുന്നതെന്ന് സാധാരണഗതിയിൽ നോക്കേണ്ടതാണ്. നമ്മളിപ്പം നമ്മുടെ ബഹുമാന്യനായ റിട്ടയർഡ് ജസ്റ്റിസ് ഉണ്ട്, അദ്ദേഹം ഈ ടാക്സിൻ്റെ ഏറ്റവും വലിയ അതോറിറ്റി എന്നുള്ള രീതി അറിയപ്പെടുന്നവർ. അദ്ദേഹത്തിന് ഇതെങ്ങനെ ഇത് മനസ്സിലാകാതെ പോയി എന്ന് എനിക്ക് അത്ഭുതം തോന്നി. കാരണം അദ്ദേഹം ഇതിങ്ങനെയുള്ള കാര്യമൊക്കെ ചെന്ന് കഴിഞ്ഞാൽ എല്ലാത്തിനും അനന്തകുമാർ എന്ന് പറയുന്നയാൾ വിവിധ CSRകൾ കൈകാര്യം ചെയ്തിട്ടുള്ളയാളാണ്. അയാൾ ഈ അനന്തകുമാർ വിവിധ പ്രോജക്റ്റുകൾ ഏറ്റെടുത്ത് നടപ്പിലാക്കിയിട്ടുള്ള NGOയിൽ കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന ആദരണീയനായ വ്യക്തിത്വമായിരുന്നു. അദ്ദേഹമാണ് 10 ലക്ഷം രൂപ വീതം മാസം പ്രതിഫലം കൈപ്പറ്റിയിരിക്കുന്നത്. ഒരു CSR ഫണ്ടിൽ ഒരു NGOയ്ക്കിടെ ഭാരവാഹി 10 ലക്ഷം രൂപ മാസശമ്പളം കൈപ്പറ്റുക എന്ന് പറയുമ്പോൾ തന്നെ അതിൽ അപാകതയില്ലേ? തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അറിയാം തട്ടിപ്പാന്ന് അദ്ദേഹത്തിന് അറിയാം. കാരണം അദ്ദേഹത്തിന് അറിയാമല്ലോ CSR ഫണ്ട് കിട്ടില്ലെന്ന്. കാരണം CSR ഫണ്ട് ഉൾപ്പെടെ പൊതു മേഖലകളിൽ നിന്ന് പല ആളുകളിൽ നിന്നും പണം സമാഹരിച്ച് അദ്ദേഹം സോഷ്യൽ സർവീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രഥമമായിട്ട് ഒരു സായി ഫെഡറേഷൻ എന്ന് പറയുന്നത്, അങ്ങനെ പല സംഘടനയായിട്ട് ഇതേമാതിരി NGOയുമായിട്ട് ബന്ധപ്പെട്ടൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് അറിയാമല്ലോ ഇത് തട്ടിപ്പാണെന്നുള്ളത്. CSR ഫണ്ട് എന്ന് പറഞ്ഞാൽ കിട്ടില്ല എന്ന് ആദ്യം തിരിച്ചറിയേണ്ടത് അനന്തകുമാറാണ്. അദ്ദേഹം ഇതിൻ്റെ ഒരു സ്പോൺസറായിട്ടാണല്ലോ വരുന്നത്. അദ്ദേഹം അതിൻ്റെ പ്രോക്താവായിട്ടാണ്, പ്രധാനപ്പെട്ട ഒരു പ്രോക്താവായിട്ടും ഒരു അതോറിറ്റിയുമായിട്ട് അദ്ദേഹമാണല്ലോ പ്രധാനപ്പെട്ട ആളുകളെ, മന്ത്രി ഉൾപ്പെടെ ആളുകളെ അദ്ദേഹമാണ് ക്ഷണിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിശ്വാസ്യതയാണ് ഇവിടെ. അദ്ദേഹം ഉൾപ്പെടെ വിറ്റ് കാശാക്കിയതാണ്. അതിന് അനന്തകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തിയെ അദ്ദേഹം കൂട്ടുപിടിച്ചു, അയാളിലൂടെ കാര്യങ്ങൾ നടത്തി. ഇദ്ദേഹത്തിന് നേരിട്ട് ചെയ്യുന്ന അവസരത്തിൽ വിശ്വാസ്യത ചോദ്യം അനന്തകൃഷ്ണൻ വരികയും രണ്ടുപേരും ചേർന്ന് ഒരു വലിയ തട്ടിപ്പ് പ്രസ്ഥാനം ഉണ്ടാക്കുകയും ഈ രാഷ്ട്രീയ നേതാക്കളെ അടക്കം കുഴിയിൽ ചാടിക്കുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. നമുക്ക് മുസ്ലിം ലീഗിന്റെ പ്രതിനിധി അഡ്വക്കേറ്റ് ഷിബു മീരാൻ, മുസ്ലിം ലീഗ് പ്രതിനിധി അഡ്വക്കേറ്റ് ഷിബു മീരാൻ, റിട്ടയർഡ് SP സുഭാഷ് ബാബു, പരാതിക്കാരിയായ അനില നമുക്കൊപ്പമുണ്ട്, പരാതിക്കാരിയെ പ്രമിള നമുക്കൊപ്പം ഉണ്ടായിരുന്നു ഇതുവരെയും. ഞാൻ മുസ്ലിം ലീഗ് പ്രതിനിധി അഡ്വക്കേറ്റ് ഷിബു മീരാനിലേക്ക്. അഡ്വക്കേറ്റ് ഷിബു മീരാൻ, യൂത്ത് ലീഗിൻ്റെ K ബക്കർ നേതൃത്വം നൽകുന്ന ഹരിയാലി ഫൗണ്ടേഷൻ, അതേപോലെ നമ്മുടെ നജീബ് കാന്തപുരം MLA യുടെ മുദ്രാ സൊസൈറ്റി, ഇവരൊക്കെ ഈ തട്ടിപ്പിൽ പെട്ടുപോയി എന്ന് വേണമോ മനസ്സിലാക്കാൻ ഈ ഘട്ടത്തിലും? പക്ഷേ അപ്പോഴും ഈ ചോദ്യം ഇതാണ്, CSR ഫണ്ട് എങ്ങനെയാണ് വിനിയോഗിക്കുന്നത് എന്നുള്ളതിൻ്റെ പ്രാഥമികമായ ബോധ്യം പോലും നമ്മുടെ ഈ രാഷ്ട്രീയ നേതാക്കൾക്ക് ഇല്ലാതെ പോയത് എന്തുകൊണ്ടായിരിക്കും? ഷിബു മീരാൻ. ഡോക്ടർ അരുൺകുമാർ, ഈ തട്ടിപ്പിന്റെ ഒരു സ്വഭാവം നമുക്കറിയാം. കേരളത്തിൽ നമ്മൾ ഒരുപാട് തട്ടിപ്പുകൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇതൊരു 3 ലെയറിലാണ്. ഒന്ന്, ഈ അനന്തകൃഷ്ണനും അനന്തകുമാറും ഒക്കെ നേതൃത്വം കൊടുക്കുന്ന ഇതിന്റെ ഒരു ടോപ്പ് ലെവലുണ്ട്. ഇടയിൽ ഇവർ ചെയ്ത വളരെ കൗശലപൂർവ്വമുള്ളൊരു കാര്യം, കുറെ NGOകളെ, നേരത്തെ തന്നെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ ജനങ്ങളുമായി നന്നായി കണക്റ്റഡ് ആയ കുറെ ആളുകളെ ഇടയിൽ നിർത്തിക്കൊണ്ടാണ് ആളുകളിൽ നിന്ന് ഈ പകുതി വിലക്ക് ഇത്തരം സംഗതികളൊക്കെ. ഇവിടെ മനുഷ്യരുടെ ആർത്തിയൊന്നുമല്ല, സാധാരണക്കാരായ മനുഷ്യരുടെ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളെയാണ് ഇവർ അഡ്രസ് ചെയ്ത്. ഒരു ചെറിയ സ്കൂട്ടർ, ഒരു ലാപ്ടോപ്പ്, ഇതൊക്കെ സ്വന്തമായിട്ട് കിട്ടണം എന്ന് ആളുകൾ ആഗ്രഹിക്കും. അപ്പൊ അതിന് ചെറിയൊരു പൈസ, പലരും വളരെ പ്രയാസപ്പെടുന്ന മനുഷ്യര് ചെറിയ രൂപത്തിലൊക്കെയുള്ള പിന്നെ പണയം വെച്ചും വായ്പ വാങ്ങിയിട്ടൊക്കെയാണ് ഇത് പൈസയും കൊടുത്തിട്ടുള്ളത്. ഇപ്പോ നമ്മളിതിന്റെ ഒരു പെട്ടെന്ന് ഈ പരിപാടി ഒരു ചെയിനായി കുറെ പേർക്കൊക്കെ ഇവർ കൊടുത്തിട്ടുണ്ട്. സംഗതി ഇതൊരു ഘട്ടത്തിൽ പൊട്ടി. ഇപ്പൊ നമ്മൾ അതിന്റെ അന്വേഷണത്തിലേക്ക് പോവാണ്. അന്വേഷണത്തിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായി പരാതി കൊടുക്കുന്നവർ, അവർ പരാതി കൊടുക്കുമ്പോൾ അവര് ഏറ്റവും അടുത്ത് കാണുന്ന ഈ സീഡ് സൊസൈറ്റി ആയിരിക്കാം, കോർഡിനേറ്റർ ആയിരിക്കാം, അവർക്കെതിരെ പരാതി കൊടുക്കുക എന്നത് ഇതിൽ സ്വാഭാവികമാണ്. ഇപ്പൊ താങ്കൾ സൂചിപ്പിച്ച 2 പേര്, ഇപ്പൊ നജീബ് കാന്തപുരത്തിന്റെ ഈ മുദ്ര ഫൗണ്ടേഷൻ, ഇന്നിപ്പോ V ശിവൻകുട്ടി മന്ത്രി അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ, അദ്ദേഹം അവിടെ വന്നിട്ടുണ്ട്, മുദ്ര ഫൗണ്ടേഷന്റെ ഓഫീസിൽ വന്നിട്ടുണ്ട്. ആ ഫൗണ്ടേഷൻ ഉദ്ഘാടനം ചെയ്ത അദ്ദേഹമല്ല, അവിടെ ലൈബ്രറിയും ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. നജീബ് കാന്തപുരത്തിന്റെ ഈ സ്ഥാപനം ഒരുപാട് കുട്ടികൾക്ക് ഇന്റേൺഷിപ്പ് കൊടുക്കുന്ന, IAS ട്രെയിനിങ് ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന, ഒരുപാട് പോസിറ്റീവായ കാര്യങ്ങൾ കക്ഷി രാഷ്ട്രീയത്തിനും ജാതി മത വ്യത്യാസത്തിനും ഒക്കെ അതീതമായി പെരിന്തൽമണ്ണയിൽ നടപ്പാക്കുന്ന ഒരു ഏജൻസിയാണ്. ഇപ്പൊ ഈ K ബക്കർ മാത്രമല്ല, കായംകുളത്ത് CPMന്റെ ജനപ്രതികൾ ഇതിന്റെ ഭാഗമായി വരുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായും ജനങ്ങളിൽ നിന്ന് പണം കൊടുത്താൽ ഈ NGO ഫെഡറേഷൻ ഈ രൂപത്തിൽ കൊടുക്കുമെന്നൊരു വിശ്വാസ്യതയിലേക്ക് എങ്ങനെ എത്തിപ്പെട്ടു എന്നൊരു കാര്യമുണ്ട്. ഇവരിപ്പോ ആദ്യഘട്ടത്തിൽ ഇന്ന് തന്നെ മന്ത്രി V ശിവൻകുട്ടിയുടെ വാർത്താ സമ്മേളനം നിങ്ങൾ കേട്ടു. അദ്ദേഹത്തിന്റെ ഒരു പരിപാടിയിൽ അദ്ദേഹം വന്നു. അദ്ദേഹം അന്ന് പറഞ്ഞ ചില വാക്കുകൾ നേരത്തെ നജീബ് കാന്തപുരം തന്നെ ഉന്നയിച്ചു. ജനപ്രതികൾ, ഇവിടുത്തെ മന്ത്രിമാരെ, ഇവിടുത്തെ പിന്നെ പ്രതിപക്ഷ പാർട്ടിയിലെയും ഭരണ പാർട്ടിയിലെയും ഒക്കെ നേതാക്കന്മാരെ
അവരുടെ പരിപാടികളിലേക്ക് ക്ഷണിച്ച് ഒരു വിശ്വാസ്യത. പക്ഷെ അവിടെ ഒരു ചെറിയ പ്രശ്നമുള്ളത് ശിവൻകുട്ടി മന്ത്രിയുടെ കാര്യത്തിലാണെങ്കിൽ അദ്ദേഹം ശരിയാണ്, ആ പരിപാടിയിൽ പങ്കെടുക്കുകയും അനന്തകുമാറിനെ വിശ്വസിച്ചാണ് ആ പരിപാടിയിൽ വന്നതെന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ അദ്ദേഹം അതിനു മുൻപ് ഒരു സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. അതൊരു മന്ത്രിയുടെ, ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ ഒരു സീസണലായിട്ടുള്ള അദ്ദേഹത്തിന് അനുഭവത്തിൽ നിന്നുള്ളൊരു പ്രതികരണമാണ്. ഇത്രയും NGO-കളെയൊന്നും എനിക്ക് വലിയ വിശ്വാസമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അത് തുടങ്ങുന്നത്. മാത്രമല്ല ഈ മീഡിയയൊക്കെ വളരെ അഗ്രസീവാണ്, ഇവരെന്ത് പറയും നാളെ എന്നറിയില്ല എന്നൊരു ഒരു കോഷൻ, ഒരു മുന്നറിയിപ്പ് അവിടെയുണ്ട്. പക്ഷേ എങ്കിലും സായിഗ്രാമത്തിൻ്റെ ഫൗണ്ടേഷൻ ചെയർമാനായ അനന്തകുമാർ അവിടെ ഇരിക്കുന്നു. ആ അനന്തകുമാറിന് നേരിട്ട് പരിചയമുണ്ട് മന്ത്രിക്ക്. അപ്പോൾ അനന്തകുമാർ അവിടെ ഉള്ളതുകൊണ്ട് ഞാൻ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വന്നു എന്നാണ് അദ്ദേഹം ഒരു ജാമ്യം എടുക്കുന്നത്. ഇന്ന് അദ്ദേഹം വളരെ സത്യസന്ധമായി പറഞ്ഞു. അദ്ദേഹത്തിനെതിരെ മറ്റൊരു ആരോപണവും ഈ ഘട്ടത്തിലില്ല എന്നത് നമ്മൾ അറിയണം. അദ്ദേഹം ഇന്ന് വളരെ സത്യസന്ധമായി പറഞ്ഞു, ഇനിയുള്ള ഇത്തരം പരിപാടികളിൽ ഞാൻ പോലീസിൻ്റെ ക്ലിയറൻസ് കിട്ടാതെ പങ്കെടുക്കില്ല എന്നൊരു മുന്നറിയിപ്പ് അദ്ദേഹം ബാക്കിയുള്ള മന്ത്രിമാർക്കും MLA മാർക്കും കൊടുക്കുക കൂടി ചെയ്യുന്നുണ്ട്. പക്ഷേ മുദ്രയുടെ കാര്യത്തിൽ അങ്ങനെയല്ല. മുദ്രയിൽ ഇപ്പോൾ ഒരു കേസ് വന്നു, ആ കേസ് പിൻവലിച്ചിട്ടുണ്ട്, പണം കൊടുത്തു. എത്ര പണം കൊടുക്കാൻ പറ്റും? ആ പണം ഇനി മുദ്ര എങ്ങനെ കൊടുക്കും? അങ്ങനെയാണെങ്കിൽ മുദ്രയുടെ വരവ് വലിയ പ്രശ്നമാണ്. മുദ്രയ്ക്ക് ഈ പണം എങ്ങനെയാണ് ഇനി സമാഹരിക്കാൻ കഴിയുക എന്നത് വലിയ ചോദ്യമാണ്. അപ്പോൾ ശിവൻകുട്ടിയുമായി നമുക്ക് അങ്ങനെ നേരിട്ട് കമ്പയർ ചെയ്യാൻ കഴിയില്ല. കാരണം ഇവിടെ മുദ്ര തന്നെ സ്വന്തം റെസീപ്റ്റിൽ പണം വാങ്ങി ഈ പറയുന്ന കോൺഫെഡറേഷനിൽ അടച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ ആദ്യം മുതൽ പറഞ്ഞു വരാം. ഇതിനകത്തുള്ള പ്രശ്നം എന്താണെന്നറിയോ, എനിക്ക് NGO-കളൊന്നും വലിയ വിശ്വാസമില്ല. പക്ഷെ ഇത് ഇവരൊക്കെ ഉള്ളതാണെന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഈ സർട്ടിഫിക്കറ്റ് കുറച്ചും കൂടി സൗണ്ട് ചെയ്യാണ്. അതൊരു കോഷനല്ല, അത് ഇവർക്കുള്ള ഒരു അംഗീകാരമായിട്ടാണ് അത് സൗണ്ട് ചെയ്യുക. ഒന്ന്. രണ്ട്, ഈ മുദ്രയുടെ വിഷയത്തിൽ പിന്നെ നമ്മൾ മനസ്സിലാക്കിയ കാര്യമല്ല, മുദ്ര ഈ ആളുകളിൽ നിന്ന് പണം വാങ്ങുമ്പോൾ മുദ്ര ഇത് കൊടുക്കുന്ന ഒരു ഏജൻസി അല്ല. പിന്നെ ഡോക്ടർ അരുൺകുമാർ, ഈ ശിവൻകുട്ടി തന്നെ അത് അവിടുത്തെ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട്. അവർ ഈ പണം NGO ഫെഡറേഷനാണ് കൊടുത്തത്. NGO ഫെഡറേഷൻ ഇത് വിതരണം ചെയ്ത് കുറെ ആളുകൾക്ക് കൊടുത്തു, കുറെ ആളുകൾക്ക് കൊടുക്കാൻ കഴിയാതെ വരുന്നു. താങ്കൾ ഇപ്പോ ഇവിടെ നമ്മുടെ ഈ ചർച്ചയിൽ തന്നെ പങ്കെടുക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരി, അവർ ഏത് വിധേനയാണോ കളിക്കപ്പെട്ടത്, ഇവർ വ്യാപകമായി ഇത് കൊടുക്കുന്നു. അതിൽ ജനപ്രതിനിധികൾ പങ്കെടുക്കുന്നു, അതിൽ മന്ത്രിമാരുണ്ട്, അതിൽ ജസ്റ്റിസുമാരുണ്ട്. സ്വാഭാവികമായും തന്റെ മണ്ഡലത്തിലെ ചില ആളുകൾക്ക് ഇതിനോട് ഗുണം വെട്ടിക്കോട്ടെ എന്ന് കരുതി ഇദ്ദേഹം അവർക്ക് ഈ പണം കൊടുത്തു. ഇത് കൃത്യമായി തിരിച്ചു വരാതെ വരുമ്പോ പരാതി കൊടുക്കുന്നു. ഇനി അദ്ദേഹത്തിന് എന്താ ചെയ്യാൻ കഴിയുക? അദ്ദേഹം കൂടി പിന്നെ കക്ഷിയായി അദ്ദേഹം ഇടയ്ക്ക് നിന്ന് വന്ന ഒരു സംഗതിയിൽ അത് അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലെ സാധാരണക്കാരായ മനുഷ്യരുടെ പണം നഷ്ടപ്പെട്ടാൽ ആ വാർത്താ സമ്മേളനം കൺക്ലൂഡ് ചെയ്തുകൊണ്ട് നജീബ് കാന്തപുരം പറഞ്ഞതല്ലേ ലോകത്തെ ഏത് മനുഷ്യനും പറയാൻ പറ്റൂ, ഇത് ഒരുപാട് പാവങ്ങളുടെ കണ്ണീരുപ്പുള്ള പൈസയാണ്, അത് തിരിച്ചു കൊടുക്കലേ ഇനി നിവൃത്തിയുള്ളൂ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ അതിനനുവദിക്കാന്നല്ലാതെ നമ്മൾ എങ്ങനെയാണ് ഇത് രണ്ടും, ശിവൻകുട്ടിയുടെ വിഷയത്തിലും നജീബിന്റെ വിഷയത്തിലും വേറെ വേറെയാണ് എന്ന് നമ്മൾ എങ്ങനെയാ പറയാ? ഈ പണം ഇവരെടുത്തിട്ടില്ലല്ലോ, കോർഡിനേറ്റർമാർ എടുത്തിട്ടില്ലല്ലോ, NGO-കൾ എടുത്തിട്ടില്ലല്ലോ. അവരെന്താ ചെയ്ത്? ഈ തട്ടിപ്പുകാരെ ഏൽപ്പിക്കല്ലേ ചെയ്തത്? നമ്മൾ ഈ ചർച്ച കൊണ്ടുപോകേണ്ടത് എവിടേക്കാ? യഥാർത്ഥത്തില് നമ്മൾ കൊണ്ടുപോകേണ്ടത് ഈ തട്ടിപ്പുകാരിലേക്കല്ലേ? ഇന്ന് തന്നെ മാധ്യമങ്ങളിൽ വരുന്ന വാർത്ത ഈ കോലാഹലം മുഴുവൻ ഉണ്ടായിട്ടും അതിന്റെ ഓൺലൈൻ പോർട്ടൽ ഇപ്പോഴും ഈ വൈകുന്നേരം ഞാൻ കണ്ടതാണ്, പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ്. അപ്പൊ ഇനി അങ്ങോട്ട് പോലീസ് NOC വാങ്ങിയാൽ പോരാ. ഇവരൊക്കെ വ്യാപകമായി മന്ത്രിമാർ, ഗവൺമെന്റ് ഇത്തരം തട്ടിപ്പുകൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നത് തടയേണ്ട അതിന്റെ ഭരണ സംവിധാനം കയ്യിൽ വെക്കുന്ന ആളുകൾ തന്നെ ഈ രൂപത്തിൽ അതിന് ഓൺ ചെയ്യുമ്പോൾ അതിന്റെ വിശ്വാസ്യത വർദ്ധിക്കുകയല്ലേ ചെയ്യുക? അത് നേരത്തെ തന്നെ അതിനുള്ളൊരു ജാഗ്രത ഉണ്ടാവേണ്ടിയിരുന്നു. ചൂണ്ടിക്കാണിക്കുന്നത് ഈ ചർച്ചകൾ ശിവൻകുട്ടിക്ക് ജാമ്യം കൊടുത്ത് നജീബിലേക്ക് പോയിട്ട് കാര്യമില്ല. ഡോക്ടർ അരുൺകുമാർ, ഈ പാവപ്പെട്ടവരുടെ മനുഷ്യരുടെ പ്രശ്നം നജീബ് കാന്തപുരത്തെയും കെ ശിവൻകുട്ടി, മന്ത്രി വി ശിവൻകുട്ടിയും, ഇവർ രണ്ടുപേരെയും നമുക്ക് ഒരേപോലെ തന്നെ കാണണം എന്നാണ് ഷിബു മീരാൻ പറയുന്നത്. വ്യത്യസ്തങ്ങളായിട്ടുള്ള ഇടപെടലുകളാണെങ്കിൽ പോലും ഒന്ന് എൻഡോഴ്സ് ചെയ്യുന്നു എന്നുള്ളതാണ് വാദം. ഇപ്പോഴും എൻ്റെ ചോദ്യം അവിടെ നിൽക്കുന്നത്, ഈ മുതിർന്ന രാഷ്ട്രീയ നേതാക്കൾക്ക് ഇത് CSR ഫണ്ട് അല്ല എന്ന് തിരിച്ചറിയാൻ എന്തേ വൈകിപ്പോയി, എന്തേ ആ ബുദ്ധി ഉദിച്ചില്ല എന്നൊരു ചോദ്യം കൂടി പ്രസക്തമാണ്. ഞാൻ ശിവൻകുട്ടി മിനിസ്റ്ററുടെ കാര്യമല്ല പറഞ്ഞത്. ശിവൻകുട്ടി മിനിസ്റ്റർ ഇന്ന് തുറന്നു പറഞ്ഞതോടുകൂടി ശിവൻകുട്ടി മിനിസ്റ്റർ അതിൽ നിന്ന് ഇപ്പോൾ എക്സോണറേറ്റ് ചെയ്യപ്പെടും. കാരണം അദ്ദേഹത്തിന് ആ അർത്ഥത്തിലൊരു വീഴ്ച സംഭവിച്ചു. പോലീസ് ക്ലിയറൻസ് ഇല്ലാതെ പങ്കെടുത്തു, അതൊരു രീതിയായിരുന്നു. അതിലും അദ്ദേഹം അനന്തകുമാറിനെ വിശ്വസിച്ചതാണ് അദ്ദേഹത്തിന് സംഭവിച്ച വീഴ്ച. അഡ്വക്കേറ്റ് കെ അനിൽകുമാർ. ചർച്ചയിൽ പങ്കെടുത്ത പ്രമീള പോലീസിനെ അഭിനന്ദിക്കുകയുണ്ടായി. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യത്തിന് സർക്കാർ നൽകുന്ന ഉറപ്പിതാണ്, നിങ്ങൾ ഏത് പോലീസ് സ്റ്റേഷനിൽ ചെന്നാലും തട്ടിപ്പിന് ഇരയായി തീർന്നവരാണെങ്കിൽ പോലീസ് നിങ്ങളുടെ കൂടെ നിൽക്കും. അങ്ങനെ നിൽക്കുന്ന ഒരു അനുഭവമായിരുന്നില്ല സോളാറിൻ്റെ പേരിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ആളുകൾക്ക് പണം നഷ്ടപ്പെട്ടപ്പോൾ ഉണ്ടായത് എന്നത് ചരിത്രം. ഈ സംഭവം ഉണ്ടായിക്കഴിഞ്ഞ് വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ എങ്ങനെയാണ് പ്രതികരിച്ചത് അത് ദയവായി പരിശോധിക്കുക.
പെരിന്തൽമണ്ണയിലെ MLA നജീബ് കാന്തപുരം പറഞ്ഞു, ഞങ്ങൾ ക്യാഷായി പണം സ്വീകരിച്ചിട്ടില്ല. അദ്ദേഹം പറഞ്ഞ് കളവാണം തെളിയിക്കുന്നതും ക്യാഷ് റെസീറ്റുകൾ ഹാജരാക്കി. അപ്പോൾ പിന്നെ കീഴടങ്ങല്ലാതെ മാർഗ്ഗമില്ല. അദ്ദേഹം കീഴടങ്ങി, പൈസയെല്ലാം തിരിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു. അനധികൃതമായി അക്കൗണ്ടിലൂടെ അല്ലാതെ റെഡി ക്യാഷ് കൈപ്പറ്റിയിരിക്കുന്നു. ക്യാഷായി വാങ്ങിയില്ല എന്ന പത്രസമ്മേളനത്തിൽ അദ്ദേഹത്തിൻ്റെ വാദം പൊളിഞ്ഞു. പിന്നെ മുസ്ലിം ലീഗിന് ഇതൊന്നും പുതുമയുള്ള കാര്യമല്ല. കാസർഗോഡ് കമറുദ്ദീൻ എന്ന് പറയുന്നവരുടെ വലിയ നേതാവ് ചെയ്തത് എന്താ? ഞങ്ങൾ ലീഗുകാരെ മാത്രമേ പറ്റിച്ചിട്ടുള്ളൂ, നിങ്ങൾക്കെന്താ മാർക്സിസ്റ്റ്? അതായിരുന്നു കാസർഗോട്ടെ ലീഗിൻ്റെ മുദ്രാവാക്യം. ഞങ്ങളുടെ നേതാക്കന്മാർ ഞങ്ങളുടെ പാർട്ടിയിൽപ്പെട്ടവരുടെ ഇത് സ്വർണം വാങ്ങിച്ച് ഞങ്ങൾ പറ്റിച്ചാൽ നിങ്ങൾക്കെന്താ കാര്യം? ഇതല്ലേ കാസർഗോട്ടെ ലീഗ് മുദ്രാവാക്യം. പെരിന്തൽമണ്ണയിൽ ഇപ്പോൾ ആ മുദ്രാവാക്യമല്ലേ ഉയരുന്നത്. എന്നിട്ട് അതിന് ബഹുമാനപ്പെട്ട മന്ത്രി ശിവൻകുട്ടി പങ്കെടുത്തതാണ് അതിന് സ്വീകാര്യമായ കാര്യമെന്ന് പറഞ്ഞാൽ എന്താ അതിന് അർത്ഥമാക്കുന്നത്? ഒരു പരിപാടിയുടെ ഉദ്ഘാടനത്തിനൊക്കെ മന്ത്രിമാരെ വിളിക്കുമ്പോൾ സ്വാഭാവികമായും മന്ത്രിമാർ പങ്കെടുക്കുകയാണ് പതിവ്. മാറി നിൽക്കുമ്പോഴാണ് പ്രശ്നം, മാറി നിൽക്കാറില്ല. ഇനി ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഈ വിഷയം ഉയർന്നു വന്നപ്പോൾ അദ്ദേഹത്തോട് ചോദ്യം ചോദിച്ചു. എന്താണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം? ഞാൻ ഈ സ്കൂട്ടർ തട്ടിപ്പിൻ്റെ അടുത്ത് പോയിട്ടില്ല. അത് കഴിഞ്ഞപ്പോൾ തന്നെ റിപ്പോർട്ടർ ചൂണ്ടിക്കാണിച്ച എന്താണ്? അദ്ദേഹം പങ്കെടുക്കുന്ന നിരവധി പരിപാടികളുടെ ചിത്രം പുറത്തു വന്നിരിക്കുകയാണ്. പറവൂരിലാണ് ആയിരക്കണക്കിന് ആളുകൾക്ക് പണം നഷ്ടപ്പെട്ടത്. പ്രതിപക്ഷ നേതാവ് ഇങ്ങനെ പ്രതികരിച്ചു. ഇനി CPM-നെ സംബന്ധിച്ച് CPM-നെ അറ്റത്തുകൊണ്ട് കെട്ടാൻ വേണ്ടി ഈ അനന്തകൃഷ്ണൻ എന്ന് പറഞ്ഞ വ്യക്തി താമസിക്കുന്ന സ്ഥലത്തെ പാർട്ടി ഏരിയ കമ്മിറ്റിക്ക് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് 2.5 ലക്ഷം രൂപ സംഭാവന തന്നിട്ടുണ്ട്. അത് അക്കൗണ്ടിലാണ്. കരിമണൽ കമ്പനിയിൽ നിന്നും UDF-കാരെ കൊണ്ടുപോയാലേ കുഴലിലൂടെ കൊണ്ടുപോയ പണമല്ല. നവകേരള കുഴലിലൂടെ കൊണ്ടുപോയ പണം നിഷേധിക്കാനാണ് ലാലി വിൻസെന്റ് പറയുന്നു. നവകേരള സദസ്സിന് അതെ അതെ അത് പറയാം. നിങ്ങൾ കുഴലിലൂടെ കൊണ്ടുപോയാൽ കുഴലിന് നിഷേധിക്കാനാവും. കുഴൽപ്പണമാണെങ്കിൽ നിഷേധിക്കാനാവും. അതുകൊണ്ട് ഇന്ന് പ്രതിയായിട്ടുള്ള ആൾ ആദ്യം തന്നെ ചാനലുകളോട് ചാടിപ്പറയുന്നത് കുഴലിലൂടെ പണം പോയിട്ടില്ല. അങ്ങനെ കുഴലിലൂടെ പണം പോയിട്ടില്ല എന്ന് പറയുമ്പോൾ ചിലരെ രക്ഷിക്കാൻ നോക്കുന്നു. പിന്നെ അപ്പുറം എന്താണ്? CPM-ൻ്റെ ജില്ലാ സെക്രട്ടറി സഖാവ് വർഗീസിനെതിരായിട്ട് 25 ലക്ഷം രൂപയുടെ ആരോപണം ഉന്നയിച്ചിട്ടോ തങ്കമണി ബാങ്കിലുണ്ടെന്ന് പറഞ്ഞു. റിപ്പോർട്ടർ ചാനൽ തന്നെ തങ്കമണി ബാങ്കിൽ പോകുന്ന ഞാൻ കണ്ടു. വെല്ലുവിളിച്ചിരിക്കുകയാണ് എൻ്റെ സെക്രട്ടറി. അതുകൊണ്ട് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത് CPM-നെ സംബന്ധിച്ച് ഞങ്ങൾ തലകുനിക്കേണ്ട കാര്യമില്ല. ഞങ്ങളുടെ ഏതെങ്കിലും ഒരു പ്രവർത്തകൻ അറിഞ്ഞോ അറിയാതെയോ ഈ പണസംബന്ധമായ കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ സംഘടനാ നടപടി ഉണ്ടാവും. വ്യക്തിപരമായി ഒരൊറ്റയാളും ഇടപെട്ടതായി ഇതുവരെ നമ്മുടെ മുമ്പിലില്ല. എന്നാൽ ഇതിനോട് മറ്റു പാർട്ടികൾ എടുക്കുന്ന സമീപനം എന്താണ്? AN രാധാകൃഷ്ണൻ വ്യക്തിപരമായി പണം വാങ്ങിയില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം ഒഴിഞ്ഞു മാറുകയാണ്, രക്ഷപ്പെടുകയാണ്. ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യം ബഹുമാനപ്പെട്ട അരുൺകുമാർ ചോദിച്ചപ്പോൾ ഇൻ്റലിജൻസിനെ കുറിച്ച് പറഞ്ഞു. അക്കൗണ്ടിലൂടെ കോഡുകൾ കൈമാറിയാൽ വിവരമറിയാനും ചോദ്യം ചെയ്യാനുള്ള അധികാരം കേരള പോലീസിനാണോ ED-ക്കാണോ? എൻ്റെ ധാരണ കേന്ദ്രത്തിന് അധികാരമുണ്ടെന്നാ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം. അക്കൗണ്ടിലൂടെ അൺയൂഷ്വൽ ട്രാൻസാക്ഷൻ വന്നാൽ ബാങ്ക് കഴിയില്ല. അത് പറഞ്ഞുതരാം. അത് നിയമം പറഞ്ഞുതരാം. നിയമം മാത്രമാണ് പറയുന്നത്. അൺയൂഷ്വൽ ട്രാൻസാക്ഷൻ വന്നാൽ അപ്പം തന്നെ റിസർവ് ബാങ്കിന് ഷെഡ്യൂൾഡ് ബാങ്കുകൾ റിപ്പോർട്ട് ചെയ്യണം. ഇതാണ് ചട്ടം. ബാങ്കിങ് റെഗുലേഷനാണ് ഞാൻ പറയുന്നത്. BR ആക്ട് പ്രകാരം അപ്പം തന്നെ റിസർവ് ബാങ്കിന് റിപ്പോർട്ട് ചെയ്യണം. റിസർവ് ബാങ്ക് ആ കാര്യം എന്ത് ചെയ്യണം? ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിന് കൊടുക്കണം. അതുപോലെ തന്നെ ED പോലുള്ള സംവിധാനങ്ങൾ കൊടുക്കണം. ഇങ്ങനെയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ പണവ്യവസ്ഥ കൈകാര്യം ചെയ്യുന്ന റെഗുലേറ്ററി അതോറിറ്റി ആയിട്ട് കേന്ദ്ര സർക്കാർ പെരുമാറുന്നത്. ഇൻ്റലിജൻസിൻ്റെ കേരള ഇൻ്റലിജൻസ് പണവ്യവസ്ഥയുടെ റെഗുലേറ്ററി അതോറിറ്റി അല്ല. ഇവിടെ BJP-ക്ക് ബന്ധമുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവെന്താണ്? ED വന്നില്ല. മറ്റത് തവള മുള്ളി എന്ന് പറഞ്ഞാൽ ED വരുന്ന കേരളത്തിൽ, തവള മൂത്രമൊഴിച്ചാൽ ED വരുന്ന കേരളത്തിൽ ED വരുന്നേ ഇല്ല. കാരണം എന്താണ്? ED വന്നാൽ ആദ്യം ചോദിക്കേണ്ടത് BJP-യുടെ 2 വൈസ് പ്രസിഡന്റുമാരോടാ. ED വന്നാൽ ചോദിക്കേണ്ടത് സംഘപരിവാറുകാരനായിട്ട് പ്രവർത്തിക്കുകയും എന്നാൽ അതിൻ്റെ മുഖമല്ലാതെ ആളുകളുടെ മനസ്സിൽ എല്ലാ തരത്തിലും നിൽക്കുകയും ചെയ്യുന്ന ഇപ്പോൾ ഇവിടെ നമ്മൾ പുറത്തു വന്നിട്ടുള്ള ശ്രീ അനന്തകുമാറിനെ പോലുള്ള കള്ള നാണയങ്ങളോടാണ്. ഇവിടെ ഞങ്ങൾ വ്യക്തമായി പറയാൻ ആഗ്രഹിക്കുന്നു, കേരളത്തിനകത്ത് വിവിധങ്ങളായ ബാങ്കുകൾ, മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്സ് സംഘപരിവാർ പ്രവർത്തിക്കുന്നു. ആരാണ് ഇതിൻ്റെ നടത്തിപ്പ്? ഇപ്പോൾ നടക്കുന്ന തട്ടിപ്പ് മഞ്ഞുമലയുടെ അറ്റാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മൾട്ടി സ്റ്റേറ്റ് സഹകരണ സംഘം എന്ന് പറഞ്ഞ് BJP-ക്കാർ കേരളത്തിലെ സഹകരണ ബാങ്കുകളുടെ മേലെ
ധാരാളം പണം വാങ്ങുന്ന സംഘങ്ങൾ ഉണ്ടാക്കി കാശ് കൊണ്ട് പോവുകയാണ്. പക്ഷേ ഞാൻ കൊണ്ടുപോയി കഴിഞ്ഞാൽ തിരിച്ചു കിട്ടത്തില്ല. ആരോപണമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് കെ എബ്രഹാം ഇവരുമായിട്ടൊക്കെ അടുത്ത ബന്ധം ഈ അനന്തകൃഷ്ണൻ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതിന് ഇന്നലെ ഞാൻ ലാലി വിൻസെൻ്റ് പങ്കെടുത്തൊരു ചർച്ചയിൽ ഞാൻ പങ്കെടുത്തിരുന്നു. ബഹുമാനപ്പെട്ട ലാലി വിൻസെൻ്റ് ആ ചർച്ചയിൽ പറഞ്ഞ മറുപടി എനിക്ക് നേരിട്ട് അറിവുള്ള കാര്യമല്ല, കേട്ടറിവ് മാത്രമാണ് ഞാൻ പറയുന്നത്. നവകേരള സദസ്സിന് പണം കൊടുത്തു എന്ന് പറയുന്നത് കേട്ടറിവാണ്, നേരിട്ട് ഒരു വിവരവും അവർക്കില്ല. ഞാൻ നേരിട്ട് ഓപ്പണായിട്ട് ലാലി വിൻസെൻ്റിനോട് ചോദിച്ച് മനസ്സിലാക്കിയ കാര്യമാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ശ്രീ എബ്രഹാമിനെ കുറിച്ച് പറഞ്ഞാൽ അദ്ദേഹം ഇടപെട്ടിട്ടില്ല. അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇടപെട്ടിട്ടില്ല എന്ന് മാത്രമല്ല, ഞാൻ ലാലി വിൻസെൻ്റിനോട് ചോദിച്ചു, ഒരു തവണ കൂടെ പറഞ്ഞാൽ അദ്ദേഹം കേസ് കൊടുക്കും, നിങ്ങൾ ഒരു തവണ കൂടെ പറയുമോ? എനിക്ക് കേട്ടറിവേ ഉള്ളൂ എന്നവർ വിഡ്രോ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ലാലി വിൻസെൻ്റ് പറഞ്ഞത് വിഡ്രോ ചെയ്തിട്ടുണ്ട്. അവരുടെ അക്കൗണ്ടിലേക്ക് 44 ലക്ഷം മറ്റോ വന്ന കണക്ക് വേറെയുണ്ട്. അത്രയും വലിയ ഉപദേശമാണ് അവർ കൊടുത്തതെന്നുള്ളത് വേറെ കാര്യം. പക്ഷെ നമ്മുടെ മുമ്പിൽ കേരള സർക്കാർ പ്രവർത്തിച്ചത് മാതൃകാപരമായിട്ടാണ്. ഇരകൾക്കൊപ്പം നിന്നാണ് സർക്കാർ പ്രവർത്തിക്കുന്നത്. കെ അനിൽകുമാർ, മുസ്ലിം ലീഗ് പ്രതിനിധി അഡ്വക്കേറ്റ് ഷിബു മീരാൻ, റിട്ടയർഡ് SP സുഭാഷ് ബാബു, പരാതിക്കാരിയായ അനില എന്നിവരാണ് നമുക്കിപ്പം. അനിലയിലേക്ക് എത്തിയാൽ, അനില, നിങ്ങൾ ഈ പണം കൊടുക്കുന്നതിന് അല്ലെങ്കിൽ പണം വാങ്ങുന്നതിന് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വിശ്വാസമുണ്ടായത് ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കളുടെ സാന്നിധ്യമാണോ, അതല്ല ഈ അനന്തകുമാറിൻ്റെയും അനന്തകൃഷ്ണൻ്റെയും ഒക്കെ ഇടപെടലാണോ? അവർ നിങ്ങളോട് കാര്യങ്ങൾ വിശദീകരിച്ചപ്പോഴാണോ ആ വിശ്വാസ്യത കൂടിയത്? മറ്റേതെങ്കിലും രാഷ്ട്രീയ നേതാക്കളുടെ സാന്നിധ്യം, MLA മാരുടെ സാന്നിധ്യം, അതൊക്കെ നിങ്ങൾക്ക് വിശ്വാസം കൂട്ടിയിട്ടുണ്ടോ? അനില, ഉണ്ട്. നമ്മളെ ഇത് ഉദ്ഘാടനം ചെയ്തത് MLA സുമേഷാണ്. പിന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് അന്ന് മുഖേന നമ്മളെ കിറ്റ് വിതരണം ചെയ്തത്. അങ്ങനെ നമുക്കെല്ലാം അറിയപ്പെടുന്ന ആൾക്കാർ തന്നെയാണുള്ളത്, പാർട്ടീൻ്റെ ആൾക്കാർ തന്നെയാണ് കൂടുതൽ അതിൻ്റെ അകത്തുള്ളത്. ആ ഒരു വിശ്വാസം തന്നെയാണ് നമുക്ക് കൂടുതലും ഇതിലേക്ക് വന്നത്. ഇപ്പോൾ ഈ അന്വേഷണത്തിൻ്റെ ഈ ഘട്ടത്തിൽ അനിലെ വിളിപ്പിക്കുകയോ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ആരായുകയോ ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഇതുവരെ നമുക്ക് അങ്ങനെ അവർക്ക് നേരൊക്കെ അങ്ങനെ നമ്മളാരും വന്ന് അന്വേഷിച്ചിട്ടില്ല. അതിൽ വല്ലാത്തൊരു സങ്കടമുണ്ട്. നമ്മളെ MLA കാണാൻ വേണ്ടി നോക്കിനായിരുന്നു. അപ്പോൾ അവർ നാട്ടിലുണ്ടായിട്ടില്ല. അപ്പോൾ വന്നാൽ കാണാമെന്ന് ചോദിച്ചു. 2-3 ദിവസത്തേക്ക് കണ്ടില്ല. അങ്ങനെയാണ് നമ്മൾ പരാതി വളപട്ടണത്തേക്ക് പോയത്. ഇന്നുവരെ നമ്മൾ ആരെയും MLA സുമേഷ് ബന്ധപ്പെട്ടിട്ടില്ല. അനിലയുടെ കൂടെ ഉണ്ടായിരുന്ന എത്ര പേരാണ് ഈ തട്ടിപ്പിൽ പെട്ടുപോയിരിക്കുന്നത്? ഏകദേശം നമ്മളന്ന് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുത്തത് 285 ആൾക്കാർ കംപ്ലൈൻറ്റ് കൊടുക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. ഈ അതിൽ എത്ര പേർക്ക് കിട്ടി, എത്ര പേർക്ക് കിട്ടിയിട്ടില്ല? ആർക്കൊന്നും കിട്ടിയില്ല. എല്ലാവരും കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ കംപ്ലൈൻറ്റ് കൊടുത്ത് തന്നെ നമ്മൾ പറഞ്ഞു പ്രൊമോട്ടർമാർക്കെതിരെയും കോർഡിനേറ്റർമാർക്കെതിരെയും കംപ്ലൈൻറ്റ് കൊടുത്തത്. വളപട്ടണം കൊടുത്ത് SP-ക്ക് കൊടുത്തു. അത് കൊടുത്തതിന് ശേഷം നമ്മൾ ഒരാളെ മൊഴി അവരെടുത്തു. മൊഴിയിൽ പറഞ്ഞത് ഇപ്പോൾ കോർഡിനേറ്റർമാരുടെ പേരാണ് കൊടുത്തത്. വൈകുന്നേരം പിന്നെ അന്ന് പേപ്പറിൽ വന്നത് ഇവരെ പേരാരുമില്ല. പിന്നെ അനന്തകൃഷ്ണൻ, ലാലി വിൽസൺ അങ്ങനെ പറഞ്ഞ കുറേ 7 പേരെ ലിസ്റ്റാണ് അതിൽ വന്നത്. ആ മൊഴിയെല്ലാം നമ്മൾ കൊടുത്തത്. മൊഴി മാറ്റിക്കളഞ്ഞു അവർ. അതെന്തുകൊണ്ടാണ്? അതെന്താണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഇവിടെ നമ്മൾ 2-3 തവണ SP ഓഫീസിലും കമ്മീഷൻ ഓഫീസിലും എല്ലായിടത്തും നമ്മൾ പറഞ്ഞത് ഇവർക്കെതിരെയാണ്, പ്രൊമോട്ടർമാർക്കെതിരെയാണ് നമ്മൾ പരാതി പോയിട്ടുള്ളത്. അനന്തകൃഷ്ണനും ഈ പറയുന്ന അനന്തകുമാറിനുമൊക്കെതിരെയാണ് അവർ കേസെടുത്തിട്ടുള്ളത്. പക്ഷേ ഈ പ്രൊമോട്ടർമാരും അതിൽ ഇരയാവുകയായിരുന്നില്ലേ അനില? എനിക്ക് തോന്നുന്നില്ല. എന്താ വെച്ചാൽ ആദ്യമൊക്കെ നമ്മൾ അങ്ങനെയാണ് കരുതിയത്. 5 മാസം മുമ്പിൽ ഫ്രീസ് ചെയ്ത അക്കൗണ്ട് ഫ്രീസ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അതിന് ശേഷമാണ് നമ്മൾ മൊബൈലിൽ രണ്ടാമത് സ്കീം വരുന്നത്. അത് ഈ ഫെബ്രുവരി ജനുവരി മാസങ്ങളിലാണ്. അപ്പോൾ നമ്മൾ അനന്തകൃഷ്ണൻ്റെ അക്കൗണ്ടിലല്ല നമ്മൾ ആ ക്യാഷ് അടച്ചത്. ഈ പ്രൊമോട്ടർമാരുടെ കയ്യിലാണ് നമ്മൾ ക്യാഷ് അടച്ചിട്ടുള്ളത്. അവർ കോർഡിനേറ്റർക്ക് കൊടുത്തു. അവർ സീഡ് സൊസൈറ്റീൻ്റെ പേരിലാണ് അടച്ചിട്ടുള്ളതെന്ന് റെസീറ്റിൽ കണ്ടത്. നമ്മൾ അനന്തകൃഷ്ണൻ്റെ പേരിൽ അന്ന് ക്യാഷ് അടച്ചിട്ടില്ല. 5 മാസം ഫ്രീസ് ചെയ്ത അക്കൗണ്ട് ഇവർക്ക് അറിഞ്ഞിട്ടും വീണ്ടും നമ്മൾ അവർ ചതിക്കൊല്ല ചെയ്തത്. അവരെ കേസാണ് ഇപ്പം പിന്നെ പ്രതികൾക്കെതിരെ നമ്മൾ കൊടുത്ത കേസ് ഇപ്പം അവർ തിരിച്ചു മറ്റവർക്ക് അനന്തകൃഷ്ണൻ പേരിലെ കേസാണ്. ഈ പ്രൊമോട്ടർമാരെ നിങ്ങൾ പിന്നീട് കണ്ടോ? നമ്മൾ പ്രതികൾക്കെതിരെയാണ് കേസ് കൊടുത്തത്.
ഇവരാരും നമ്മളെ കാണാനും വന്നിട്ടില്ല, നമ്മളെ സമീപിച്ചിട്ടുമില്ല. അപ്പം അങ്ങനെ അവർ തെറ്റാണെങ്കിൽ അവർ നമ്മളെ നിങ്ങളെപ്പോലെ നമ്മളും തെറ്റ് പറ്റി നമ്മളോട് വന്ന് പറഞ്ഞ് നമ്മളെ കൂടെ നിന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവർക്കെതിരെ ഒന്നും ഒരു പരാതിക്ക് പോകില്ലായിരുന്നു. പക്ഷേ ഈ പറഞ്ഞ ആരും നമ്മൾ ഇതുവരെ ഒരാളെ സമീപിച്ചിട്ടുമില്ല. നമ്മളോട് ദേഷ്യപ്പെട്ട് പറയുമ്പം അവർക്ക് ഭയങ്കര ദേഷ്യം വരുന്നു ഓരോ ആൾക്കാർക്കും. നിങ്ങൾ എന്താ വിളിച്ച് ചെയ്തോ, 15 ദിവസം നമ്മൾ ജയിലിൽ കിടക്കലേ ഉള്ളൂ, ഇങ്ങനെയൊക്കെയാണ് നമ്മളോട് സംസാരിക്കുന്നത്. ഈ അനിലയ്ക്കൊപ്പം ഉണ്ടായിരുന്ന 200-ലധികം ആളുകളും ഇതേപോലെ ബൈക്കിന് വേണ്ടിയാണോ ഈ പണം കൊടുത്തത്? ബൈക്കിന് മാത്രമല്ല, ഗൃഹോപകരണ സാധനങ്ങൾ ഉണ്ട്. ബൈക്ക് മാത്രമല്ല, ലാപ്ടോപ്പ്, ഫോണ്, അങ്ങനെയുള്ള കുറേ സാധനങ്ങളുണ്ട്. അവർ കുറച്ച് പേരേ ഉള്ളൂ ബൈക്കിൻ്റെ. ബാക്കി കുറച്ച് ആൾക്കാർ മാറി 2-3 ലക്ഷമാണ് കൊടുക്കുന്നത്. ഇപ്പോൾ ഇനി പണം തിരിച്ചു കിട്ടുമെന്ന് എന്തെങ്കിലും പ്രതീക്ഷയുണ്ടോ അനിലേക്ക്? നമ്മളൊരു ഈ സ്ത്രീകളൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിനൊരു നീതി കിട്ടുന്നവരെ നമ്മൾ ഈ പറ്റിക്കപ്പെട്ട ഒരു സ്ത്രീകളും അവരുടെ കുടുംബത്തിൽ നിന്ന് ഒരാളും ഇനി വോട്ട് ചെയ്യില്ല എന്നൊരു തീരുമാനം നമ്മൾ എടുത്തിട്ടുണ്ട്. തീർച്ചയായും നമുക്ക് ഇതിനൊരു നീതി കിട്ടുന്നവരെ നമ്മളത് ഇനി മുന്നോട്ട് പോകില്ല. തെരഞ്ഞെടുപ്പിന് പോവില്ല എന്നാണോ? ഒരു പാർട്ടിക്കും നമ്മൾ ഒരു പാർട്ടിക്കും നമ്മൾ വോട്ട് ചെയ്യില്ല. ഇപ്പോൾ അനിൽ വിശദീകരിച്ചതുപോലെ, അനിൽകുമാർ വിശദീകരിച്ചതുപോലെ, എന്തായാലും ഈ പാവങ്ങളെ പൈസയാണ് ഈ രാഷ്ട്രീയക്കാർ മൊത്തം എടുത്തിട്ടുള്ളത്. നമ്മളിപ്പം വാർത്തകൾ കണ്ടുകൊണ്ടിരിക്കുന്ന കൂടുതൽ രാഷ്ട്രീയക്കാർ തന്നെയാണ് കുറേ ആൾക്കാരുള്ളത്. അപ്പം നമ്മൾ ഈ പാവങ്ങളെ പൈസ പറ്റിച്ചിട്ട് തന്നെ നമ്മൾ അവർക്ക് വോട്ട് ചെയ്ത് അവരെ ജയിപ്പിക്കേണ്ട ആവശ്യം നമുക്കില്ല. നമ്മളൊരു തീരുമാനം എടുത്ത് സ്റ്റേറ്റ്മെന്റാണ്. കണ്ണൂരിൽ ഒരു വിഭാഗം സ്ത്രീകൾ, പറ്റിക്കപ്പെട്ട സ്ത്രീകൾ ഞാൻ വരാം ശ്രീ ഷിബു മീരാൻ. എനിക്കറിയേണ്ടത് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങളിൽ കൺവിൻസിംഗ് ആയ ഒരു കാര്യമെന്ന് പറയുന്നത്, CV വർഗീസ് തന്നെ നമ്മളോട് സംബന്ധിച്ച തിരഞ്ഞെടുപ്പിൻ്റെ പ്രചരണാർത്ഥം അനന്തകൃഷ്ണൻ കൊടുത്ത് 2 ലക്ഷം ഈ മൂലമറ്റത്തോ മറ്റോ ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് അടച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ആ പണം പോലും ഇപ്പോൾ ഒരു ബ്ലഡ് മണിയാണ് യഥാർത്ഥത്തിൽ. ഇവരുടെ രക്തം പുരണ്ടിട്ടുണ്ടതിൽ, ഇവരുടെ കണ്ണീര് പുരണ്ടിട്ടുണ്ടതിൽ. പാർട്ടി ഇത് തിരിച്ച് കൊടുക്കുവാൻ തയ്യാറാകുമോ? കാരണം ഞാൻ ഈ ചോദ്യം ചോദിക്കുന്നത് നേരിട്ട് മറുപടി പറയുന്നതിൽ ബുദ്ധിമുട്ടുണ്ടാവുമെന്നറിയാം. എങ്കിൽ പോലും കണ്ണൂരിൽ ഒരുപറ്റം സ്ത്രീകൾ ഈ തീരുമാനമെടുത്തിരിക്കുകയാണ്. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾക്ക്, സംഘടനകൾക്ക് പണം കിട്ടിയിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും അവർ രാഷ്ട്രീയ പാർട്ടികളെ ബഹിഷ്കരിക്കാൻ പോകുന്നു അവരുടെ പണം കിട്ടുന്നത് വരെ എന്നാണ്. അല്ല, കേരള സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇരകൾക്കൊപ്പം നിൽക്കുന്നു എന്നുള്ളത് അവരുടെ ബോധ്യത്തിൻ്റെ കാര്യമാണ്. ആ ബോധ്യം ഇരകൾക്കുണ്ടാവും. അതനുസരിച്ച് നീതി കൊടുക്കാൻ വേണ്ടി സർക്കാർ പ്രവർത്തിക്കും. ഒരു ദിവസം കൊണ്ട് ഈ കാര്യങ്ങൾ പരിഹരിക്കാനാവില്ലല്ലോ. CPM-നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഒരു 2.5 ലക്ഷം രൂപ ഇതേപോലൊരു വ്യക്തി അദ്ദേഹം താമസിക്കുന്ന സ്ഥലത്തെ ഏരിയ കമ്മിറ്റിക്കാണ് കൊടുത്തത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, കേരളത്തിൽ എത്രയോ കോടികൾ, 1000 കോടിയോളം കൈകാര്യം ചെയ്ത ഒരു വ്യക്തി, ആ വ്യക്തിയുടെ നിന്നും എന്തെങ്കിലും അമിതമായൊരു ഫണ്ട് CPM വാങ്ങിയില്ല. അയാൾ താമസിക്കുന്ന സ്ഥലത്ത് അവിടെ അറിയുകയും കേൾക്കുകയും ചെയ്യുന്ന ആളുകളുമായി ബന്ധപ്പെട്ടപ്പോൾ, ഒരു ഇലക്ഷൻ വന്നപ്പോൾ അവിടുത്തെ പാർട്ടി ആളുകൾ ബന്ധപ്പെട്ടപ്പോൾ ആ പാർട്ടി അക്കൗണ്ടിലേക്കാണ് കൈമാറിയത്. ഞാൻ കൃത്യമായിട്ട് പറയുന്നു, കേരളത്തിൽ വലിയ വിവാദം നമ്മൾ ചർച്ച ചെയ്തല്ലോ. ബഹുമാനപ്പെട്ട KPCC പ്രസിഡന്റ് കോടികൾ കൈപ്പറ്റി, ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി കോടികൾ കൈപ്പറ്റി, PK കുഞ്ഞാലിക്കുട്ടി കോടികൾ കൈപ്പറ്റി. റെഡ് മണിയല്ല, രൊക്കം പണമായിട്ടാണ് കൊണ്ടുപോണത്. എന്നിട്ട് എന്ത് ചെയ്തു? അത് ഇലക്ഷൻ കമ്മീഷൻ കൊടുത്ത അക്കൗണ്ടിലില്ല. ഞാൻ ഇന്ന് ഉറപ്പ് നൽകുന്ന കാര്യം എന്താണ്? അത് മൂലമറ്റത്തെ പാർട്ടി AC-യുടെ അക്കൗണ്ട് വരുമ്പോൾ അക്കൗണ്ടിലൂടെയാണ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞ് ഞങ്ങൾ ഇലക്ഷൻ കമ്മിറ്റിക്ക് കമ്മീഷൻ കൊടുക്കുന്ന അക്കൗണ്ടിലുണ്ട്. നിയമപരമായി ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഇങ്ങനെ പ്രവർത്തിക്കാനാവൂ? സത്യസന്ധമായി പ്രവർത്തിക്കാനാവും. ഒരുപാട് സ്ത്രീകളുടെ ഞാൻ സമ്മതിക്കുന്നു, ആയിരക്കണക്കിന് കോടി രൂപയുടെ തട്ടിപ്പാണ്. പക്ഷേ ആ പണം പോലും പാർട്ടിക്ക് വേണ്ട എന്ന നിലപാടെടുക്കുമോ എന്നുള്ളതാണ് ചോദ്യം. ഞാൻ ഈ ചോദ്യം ചോദിച്ചത് അനിലയുടെ സ്റ്റേറ്റ്മെന്റിൽ നിന്നാണ് എനിക്ക് ആ ചോദ്യം കിട്ടിയത്. അല്ലല്ല, അവിടെ CPM-നെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയുടെ ഘടകം കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഞാനല്ല അത് കൈകാര്യം ചെയ്യേണ്ടത്, പാർട്ടി ഘടകമാണ് എന്താണോ ചെയ്യേണ്ടത് അത് കൈകാര്യം ചെയ്യും. ഇവിടെ പോയിന്റ് എന്താണ്? അതല്ല, പോയിന്റ് അവിടെ അല്ല. ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഒരു വ്യക്തി തന്നെ, ഇവരെല്ലാം തട്ടിപ്പ് നടത്തിയ വ്യക്തി തന്നെ ഒരാളെ വിശുദ്ധനാക്കാൻ വേണ്ടി പെട്ടെന്ന് ചാനലുകളിൽ ചാടി വീഴുന്നു. അതെന്താ? ആ തീവ്രത എന്താണ്? ഒരു MLA ആക്ഷേപവിധേയനായി, ആ വിധേയനായ ആളെ ഉടൻ രക്ഷിക്കാൻ വേണ്ടി അങ്ങനെ ഏതെങ്കിലും ഒരു തട്ടിപ്പുകാരൻ്റെ വക്കാലത്ത് CPM-ന് വേണ്ട. ഒരു തട്ടിപ്പുകാരൻ്റെ ഏതെങ്കിലും വാക്ക് പറഞ്ഞാൽ അതിലൂടെ രക്ഷപ്പെടേണ്ട ഒരു കളങ്കവും CPM-നില്ല. അതുകൊണ്ടാണ് CV വർഗീസ് വെല്ലുവിളിക്കുന്നു. CV വർഗീസ് വെല്ലുവിളിക്കുമ്പോൾ
തിരിച്ച് ഈ പ്രതിയെ വെല്ലുവിളിക്കാൻ മൂവാറ്റുപുഴ MLAക്ക് കഴിയുന്നില്ല. ഈ പ്രതിയല്ല വെല്ലുവിളിക്കുന്നത്, അതാണ് മനസ്സിലാക്കേണ്ടത്. തിരിച്ച് പ്രതിയെ വെല്ലുവിളിക്കണം. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മൂവാറ്റുപുഴ MLA വെല്ലുവിളിക്കേണ്ടത് ആരെയാണ്? ഈ പ്രതിയെ വെല്ലുവിളിക്കണം, തട്ടിപ്പുകാരനെ വെല്ലുവിളിക്കണം. തട്ടിപ്പുകാരനല്ല, മാധ്യമങ്ങളെയാണ്. കാരണം എന്താണ്? മാനിപ്പുലേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഒരു മാനിപ്പുലേഷൻ നിലനിൽക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. MLAയുടെ വിശ്വാസം എന്ന നില അത്യന്തം ദയനീയമാണ്. വെൽക്കം ബാക്ക്. തട്ടിപ്പ് സംഘത്തിൽ ആരൊക്കെ എന്നാണ് ചോദ്യം. ഷിബു മീരാനുണ്ട്. ഷിബു മീരാൻ, 1 മിനിറ്റ് സമയം മാത്രമേ എനിക്ക് അങ്ങേക്ക് അനുവദിക്കാൻ കഴിയൂ. മറുപടി. ധാരാളമാണ്. ഈ ലോകം മുഴുവൻ പറ്റിച്ച അനന്തകുമാറിന്റെ കയ്യിൽ നിന്ന് ഞങ്ങൾ പൈസ വാങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ആ അനന്തകുമാറിനെ പറ്റിച്ച ഒറ്റ കൂട്ടരേ ഉള്ളൂ. അത് CPM ആണ്. അത് തുറന്ന് സമ്മതിക്കാനുള്ള ഒളിപ്പില്ലായ്മയെ, അതിവിടെ ഒന്ന് ന്യായീകരിച്ച ഒളിപ്പില്ലായ്മയെ, ആ ന്യായീകരിച്ചതിന് ആവശ്യത്തിലധികം സമയം കൊടുത്ത ഒളിപ്പില്ലായ്മയെ ഞാൻ അഭിവാദ്യം ചെയ്യുന്നു. കൂടുതലൊന്നും പറയാനില്ല അതിനകത്ത്. അഡ്വക്കേറ്റ് അനിൽകുമാർ ഒരു 30 സെക്കൻഡ്സിൽ മറുപടി. ശരി. അല്ല, ഉളുപ്പില്ലായ്മ കുഞ്ഞാലിക്കുട്ടിക്കാണ് വേണ്ടത്. എന്നാണെന്നറിയോ? കരിമണൽ കമ്പനിയിൽ നിന്ന് പൈസ കടത്തിക്കൊണ്ട് പോയിട്ട് ആ പൈസ കിട്ടിയെന്ന് പറഞ്ഞപ്പം നിങ്ങളുടെ അക്കൗണ്ടിൽ ഒന്ന് കാണിച്ചതാ. അല്ല, അത് മറ്റൊരു വിഷയമാണ്. ഇല്ല. കാരണം എന്താണ്? ഞങ്ങളുടെ അക്കൗണ്ടിലുണ്ട്. ശരി, അതിൽ ഒരുപാട് ഇലക്ഷൻ കമ്മീഷന്റെ അക്കൗണ്ടിലുള്ളത് CPM തുറന്ന് പറയുന്നത് എന്താണ് പ്രശ്നം? അതെ, ഞങ്ങൾ എന്താണ് പ്രശ്നം? ഇയാൾ തട്ടിപ്പുകാരനാകും മുമ്പ് തന്നെ ആ ഘട്ടത്തിൽ ഞങ്ങൾക്ക് പണം തന്നു. നമുക്ക് അതിലേക്ക് ചർച്ച പോകേണ്ടതില്ല. എങ്കിലും താങ്കൾ പറഞ്ഞതുപോലെ ഇത് കേരളത്തിലെ ജനങ്ങൾ ഞങ്ങൾക്ക് ഭയമില്ല, ഒരു ഇൻസിഡന്റിനും ഭയമില്ലാത്തവരാ. ശരി, കേരള സർക്കാരിന്റെ അന്വേഷണം മുന്നോട്ട് അതിബൃഹത്തായ ഒരു ക്രൈംബ്രാഞ്ച് സംഘത്തെയാണ് ഈ കേസ് അന്വേഷണത്തിന് ഏൽപ്പിച്ചിരിക്കുന്നത്. ഈ അന്വേഷണത്തിലൂടെ സത്യം പുറത്തുവരുമെന്നും ഇരകളാക്കപ്പെട്ടവർക്ക് നീതി കിട്ടുമെന്നും അവരുടെ പണം തിരികെ അവർക്ക് ലഭിക്കാൻ ആവശ്യമായ നടപടികൾ സർക്കാർ സ്വീകരിക്കുമെന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നു. നന്ദി ശ്രീ അഡ്വക്കേറ്റ് K. അനിൽകുമാർ, ഒപ്പം അഡ്വക്കേറ്റ് ഷിബു മീരാൻ, SP സുഭാഷ് ബാബു, അനില, ഒപ്പം പ്രമീള ഗിരീഷ് കുമാർ ചർച്ചയിൽ ചേർന്നതിന്. Debate with Dr. Arun Kumar.